ഒക്കെ ദൈവം നമ്മളെ ശക്തമായിട്ട് സഹായിക്കുന്നു. ഇന്നും നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാനിനി പാപിയല്ല, നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും വിശുദ്ധനും നിഷ്കളങ്കനും കുറ്റമില്ലാത്തവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ദീർഘായുസോടെ ഇരുന്ന് ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പറയുവാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തിക്കായിട്ടും ദൈവത്തിൻ്റെ വലിയ അഭിഷേകത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഒരുമനപ്പെട്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് കർത്താവിൻ്റെ വചനത്തിലും പ്രാർത്ഥനയിലും ശക്തിപ്പെടാം. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വചന ചിന്ത എന്തിനെ പറ്റിയുള്ളതെന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? പഴയ കാലത്ത് രക്തം കട്ടളപ്പടികൾ തെളിക്കണം. പുതിയ നിയമത്തിൽ യേശുവിന്റെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടു, നമ്മൾ കർത്താവിൻ്റെ രക്തം പഴയ നിയമത്തിൽ ആട്ടുകുറ്റന്മാരുടെ രക്തം തളിച്ചപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ കട്ടളമേലും കുറുമടിമേലും പുരട്ടിയപ്പോൾ പഴയ നിയമത്തിൽ അവരുടെ സംഹാരകൻ വിട്ടുപോയെങ്കിൽ ഇന്ന് കർത്താവിൽ വിശ്വസിക്കുന്ന പുതിയ നിയമസഭയിൽ കർത്താവ് യേശു ക്രിസ്തു എന്ന യഥാർത്ഥ രക്തം, ആടിൻ്റെ രക്തമല്ല, ഇന്ന് അഴിഞ്ഞു പോകാത്തതും യേശു ക്രിസ്തുവിൻ്റെ ദിവ്യ രക്തത്താൽ നമ്മളെ ഓരോരുത്തരെയും കർത്താവ് ഇന്ന് ശക്തിപ്പെടുത്തുന്നല്ലോ. അതിൻ്റെ മുദ്രയുള്ളിടത്തോളം കാലം ഒരു പിശാചിനോ നമ്മളെ തൊടുവാൻ കഴിയത്തില്ല, ഒരനർത്ഥത്തിനോ നമ്മളെ ഭയപ്പെടുത്തുവാൻ കഴിയത്തില്ല. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ ശക്തീകരിക്കുന്നല്ലോ, ദൈവം നമ്മളെ ബലപ്പെടുത്തുന്നല്ലോ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾക്കായി ഞാൻ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനത്തിൽ കേട്ടതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനത്തിൽ എന്താണ് എഴുതപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഇന്ന് ശക്തിപ്പെടാം. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഇന്ന് ബലപ്പെടുത്തുന്നല്ലോ. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു കട്ടളമേലും കുറുമടിമേലും പുരട്ടപ്പെട്ട കർത്താവിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തി. അപ്പോൾ അതിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ അനർത്ഥവും സംഹാരകനും നമ്മളെ വിട്ട് മാറിപ്പോകുവാൻ ഇടയായിത്തീരും. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, പല കാര്യങ്ങൾ ബൈബിളിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ചിലപ്പോൾ ഒറ്റ വാക്കിൽ നോക്കിയാൽ കാണാൻ കഴിയാത്ത വലിയ മർമ്മങ്ങൾ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്തിനാണ് ഇതെല്ലാം പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും, എന്നെപ്പോലെ സാധാരണക്കാരിയായ ഒരു സാധാരണക്കാരനൊരു വ്യക്തി ഇത് കേട്ടതുകൊണ്ട് എന്താണ് ഗുണം? നിങ്ങൾക്ക് കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കർത്താവായ യേശു ക്രിസ്തു എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത്, ആരാണ് ക്രിസ്തു, എന്താണ് ക്രിസ്തു നമുക്ക് വേണ്ടി എന്തുകൊണ്ട് ക്രൂശിൽ മരിച്ചു, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന നിങ്ങളുടെ പ്രശ്നങ്ങളുമായിട്ട് അതിന് വലിയ ബന്ധമുണ്ട്. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന പല വിഷയത്തിൻ്റെ പരിഹാരങ്ങൾ, എല്ലാ വിഷയത്തിൻ്റെ പരിഹാരങ്ങൾക്ക് ഇന്ന് പരിഹാരം വന്നു കഴിഞ്ഞു. അതിൻ്റെ പരിഹാരം കാൽവരി ക്രൂശിൽ വന്നു കഴിഞ്ഞു. നമുക്കതൊക്കെയും മനസ്സിലാക്കിയെടുക്കാൻ ദൈവം സഹായിക്കുന്ന ഒരു മീഡിയ ആണ് കർത്താവിൻ്റെ വചനം. ഇന്ന് നമുക്ക് തുടർമാനമായിട്ട് പിന്നെയും കർത്താവിൻ്റെ വചനം കേൾക്കാം. തുടർച്ചയായിട്ട് നമ്മൾ കൊലോസ്യർക്ക് എഴുതിയ ലേഖനമാണല്ലോ കേട്ടു വന്നിരിക്കുന്നത്. ഇന്ന് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് തന്നെ നമുക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. കൊലോസ്യ ലേഖനത്തിൻ്റെ അകത്ത് അതിൻ്റെ 3-ാം അധ്യായത്തിൽ നമ്മളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിൻ്റെ 1-ാം അധ്യായങ്ങളൊക്കെ വായിച്ചു വന്നു. ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, അവർ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം കർത്താവിൻ്റെ ആത്മാവിനാൽ നിങ്ങൾക്ക് അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. നിങ്ങൾ ശ്രദ്ധിച്ച്, അകത്ത മനുഷ്യൻ. അപ്പോൾ ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ പൊതുവെ മനുഷ്യർ മരിക്കുന്ന സമയത്ത് മാത്രം ഉപയോഗിക്കുന്ന ഒരു പദമാണ്. എന്നാൽ ബൈബിളിൽ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ പലയിടങ്ങളിലും കാണാൻ പറ്റും. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്. അകത്ത മനുഷ്യൻ. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയാം, നിങ്ങളിപ്പോൾ ഒരു മരണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധുക്കാരനോ കൂട്ടുകാരനോ ആരോ ആയിക്കോട്ടെ, ഒരു മരണ വീട്ടിൽ നാം ചെന്ന് കഴിയുമ്പോൾ ആ കിടക്കുന്ന ശരീരം ഇന്നലെ വരെ നിങ്ങൾ ഹായ് ബായ് ഒക്കെ പറഞ്ഞ് പേരും നമ്മൾ സംസാരിക്കുകയും ഒരുമിച്ചിരുന്ന ആഹാരമൊക്കെ കഴിച്ച ഒരു വ്യക്തിയാണ്. പക്ഷെ ഇപ്പോൾ ആ വ്യക്തി
ഒരു ശവപ്പെട്ടിക്കകത്തോ അല്ലെങ്കിൽ വീടിൻ്റെ തിണ്ണയിലോ ഇന്ന് അവരൊരു എന്താ പറയുന്നത് കിടത്തിയിരിക്കുമ്പോൾ അതിന് വിളിക്കുന്ന പേര് വ്യക്തി എന്നല്ല, ഡെഡ് ബോഡി എന്നാണ് പറയുന്നത്. അതിനെ ശവമെന്ന് നമ്മൾ പറയും. അപ്പോൾ ഒരു ചോദ്യം, ഇന്നലെ വരെ ഞാൻ സംസാരിച്ച വ്യക്തി എന്ത്? ഉടനെ അവിടുത്തെ കാരണവന്മാർ പറയും ആ വ്യക്തി നമ്മളെ വിട്ടുപോയി. പക്ഷെ നിങ്ങൾ നോക്കുമ്പോൾ ആ വ്യക്തി അവിടെ തന്നെ കിടപ്പുണ്ട്. കണ്ണ് തുറക്കുന്നില്ല എന്നേ ഉള്ളൂ, ശ്വാസം എടുക്കുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ ആ വ്യക്തി അവിടെ കിടക്കുമ്പോൾ തന്നെ ആ വീട്ടുകാർ പറയും ആ വ്യക്തി നമ്മളെ വിട്ടുപോയി. അപ്പം നമ്മൾ കാണാത്ത ഒരു വ്യക്തിത്വം, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരു വ്യക്തിത്വം, ഒരു വ്യക്തി നമ്മുടെ അകത്തുണ്ട്. ആ വ്യക്തി ഉള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ കാണുന്ന കണ്ണോ മൂക്കോ ശരീരമോ അല്ല നമ്മളെന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ എന്തോ ഒരു വ്യക്തിത്വം നമ്മുടെ ഉള്ളിലുണ്ട്. അത് മരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ മനുഷ്യനിലേക്ക് അത് വരുന്നത്, അല്ലേ? അതുവരെ നമ്മൾ ഓർത്തുകൊണ്ടിരുന്നത് നമ്മുടെ കണ്ണും മൂക്കും വായും നമ്മുടെ കൈയും കാലും ഒക്കെയാണ് നമ്മളെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ മരണശേഷമാണ് നമുക്ക് മനസ്സിലാകുന്നത് ആരോ ഒരാൾ, യഥാർത്ഥ വ്യക്തി നമ്മുടെ ഉള്ളത്തിൽ വസിച്ചിരുന്നു. അതായത് ഇന്ന് സംസാരിക്കുകയും കേൾക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിത്വം നമ്മുടെ അകത്തുണ്ടായിരുന്നു. ഈ വ്യക്തിയാണ് അകത്ത മനുഷ്യൻ. ശ്രദ്ധിച്ചോണം. നമുക്കിപ്പോൾ ഞാൻ നിങ്ങളെ നോക്കി ഒരു ചിരിച്ച് കാണിക്കുന്നു, നിങ്ങളെ എന്താ പറയുന്നത് കൈ കൊടുക്കുന്നു, ഷെയ്ക്കാണ്ട് തരുന്നു. അപ്പോൾ ഓർത്തോണം, ഇതെല്ലാം ചെയ്യുന്ന ഒരാളകത്തിരിപ്പുണ്ട്. ഇതൊരു കൈയാണ്, ഇതൊരു മൂക്കാണ്, പക്ഷെ ഇതല്ല വ്യക്തി, നമ്മുടെ അകത്തിരിപ്പുണ്ട്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും വരുന്നില്ലല്ലോ? മരണശേഷം നമ്മൾ പറയുന്ന വാക്കാണ്. ഇവിടെ പൗലോസ് പറയുകയാണ്, അപ്പോസ്തലനായ പൗലോസ് ലീഗ പറയുകയാണ്, കർത്താവ് തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം, മഹത്വത്തിൻ്റെ ധനം, അതിന് നമുക്കറിയാം മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം കർത്താവിൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്ത മനുഷ്യനെ ശക്തിയോടെ ബലപ്പെടുന്നു. അകത്ത മനുഷ്യൻ, ഈ അകത്ത മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു അധികാരങ്ങൾ ഒത്തിരിയുണ്ട്. ഞാൻ പലപ്പോഴും ഇത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അന്യഭാഷ പറയുമ്പോൾ, നിങ്ങൾക്ക് അന്യഭാഷ വരം ലഭിച്ചവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ എത്ര അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം നമുക്കൊന്നും മനസ്സിലാകത്തില്ല. ഏറ്റവും എനിക്ക് തോന്നുന്ന ആളുകൾക്ക് ഒരു മടുപ്പ് അനുഭവപ്പെടുന്ന ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അന്യഭാഷ. ഇപ്പം ഞാൻ പറയാണ്, എൻ്റെ കൊച്ചിൻ്റെ കാര്യം, എൻ്റെ വീടിൻ്റെ കാര്യം, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം, ഇതൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുന്ന ഒരറിവ് നമുക്കുണ്ട്. പക്ഷെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പം നമുക്കൊന്നും മനസ്സിലാകത്തില്ല. അന്യഭാഷയിൽ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, നമുക്കൊന്നും മനസ്സിലാകത്തില്ല. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളുടെ അകത്ത മനുഷ്യനെ നിങ്ങൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അന്യഭാഷ. ബൈബിളിലെ വചനം കഴിക്കുമ്പോൾ വയറ് നിറയുന്ന ഒരു മനുഷ്യൻ നിങ്ങളുടെ അകത്തുണ്ട്. നമ്മൾ ഇറച്ചിയും മീനും മുട്ടയും കഴിച്ച് നമ്മുടെ ശരീരത്തെ പോഷിപ്പിക്കുന്നത് പോലെ നമ്മുടെ അകത്ത മനുഷ്യനെ ബലപ്പെടുത്തുന്ന രണ്ട് ഘടകങ്ങളാണ്. ഒന്ന് അന്യഭാഷയിലെ പ്രാർത്ഥനയും, രണ്ട് വചനവും. ഇത് കൊടുത്തുകൊണ്ടിരുന്നാൽ ഈ വ്യക്തി വളരും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അകത്ത മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. അപ്പോൾ അകത്ത മനുഷ്യൻ ബലപ്പെടും. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഈ കൂട്ടായ്മയിലേക്ക് ഇരുന്നു കൊണ്ട് പ്രവചനങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഓരോ ആലോചനകളും ഒക്കെ കർത്താവ് വെളിപ്പെടുത്തുന്നത് എൻ്റെ അകത്ത മനുഷ്യരിൽ പരിശുദ്ധ ആത്മാവ് സംസാരിക്കുന്നത് കൊണ്ടാണ്. അപ്പം ഇത് ഓരോ വളർച്ചയുണ്ട്, ഓരോ ഗ്രേഡ് ഇതിനുണ്ട്. കൂടുതലൊരു വ്യക്തി വചനം കേൾക്കുകയും കൂടുതലൊരു വ്യക്തി അന്യഭാഷ ഉപയോഗിക്കുകയും ചെയ്യും തോറും ഈ വ്യക്തിക്കകത്ത് ഈ അകത്ത മനുഷ്യൻ ബലപ്പെടും. ഈ അകത്ത മനുഷ്യൻ വെളിപ്പെട്ടാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പരിമിതികളൊക്കെയും ബ്രേക്ക് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റും. ഉദാഹരണം ഞാൻ പറയാം. ഈ അകത്ത മനുഷ്യൻ ബലപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നതിൻ്റെ അപ്പുറം കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുവാൻ വേണ്ടി പറ്റും. ഞാനത് ബ്രൂസ് അലൻ എന്ന് പറയുന്ന ഒരു ദൈവദാസനുണ്ടായിരുന്നു. ബ്രൂസ് അലൻ ഇന്ന് ജീവനോടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തെ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത്, ബ്രൂസ് അലൻ്റെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ അധികം ശക്തമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു ദൈവദാസനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, അദ്ദേഹത്തെ ഒരേ സമയം 2 സ്ഥലത്ത് കണ്ട് ആ 2 സ്ഥലത്ത് വെച്ചും ഫോട്ടോ എടുത്ത ഒരു ചിത്രം അദ്ദേഹത്തെ കാണിക്കുന്നുണ്ട്, ബ്രൂസ് അലൻ എന്ന് പറയുന്നൊരു ദൈവദാസനെ. അപ്പോൾ ഒരു ചോദ്യം ഇതാണ്, ആ ക്വസ്റ്റ്യൻ ഇതാണ്, സ്പിരിച്വൽ, അതായത് ആത്മീയമായിട്ടുള്ള ഇൻ്റർവ്യൂ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരേ സമയം 2 സ്ഥലത്ത് ഒരു വ്യക്തിക്ക് പോകാൻ പറ്റുന്നത്? ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ നോക്കി ഇതെന്തോ ഫേക്കാണ്, ഫേക്ക് വീഡിയോ ആയിരിക്കും, അല്ലെങ്കിൽ ഫേക്കായിട്ടുള്ള സംഭവമായിരിക്കും. എന്നു വെച്ചാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. ഞാനിതെല്ലാം പറഞ്ഞു വരുന്ന മനസ്സിലാക്കണം, ദൈവത്തിലുള്ള വ്യക്തികൾക്കുള്ള വലിയ വലിയ സാധ്യതകളെ പറ്റിയാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. ആമേൻ. അപ്പോൾ എങ്ങനെ ഇത് സാധിക്കുന്നു? അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പറയും, അങ്ങനെയൊന്നും നടക്കത്തില്ല ബ്രദറെ, ചുമ്മാ പറഞ്ഞു. നിങ്ങൾക്ക് അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്ന സമയത്ത് ഫിലിപ്പോസ് എന്ന് പറയുന്ന കർത്താവിൻ്റെ ശിഷ്യനെ പരിശുദ്ധാത്മാവ് എടുത്തോണ്ട് പോയി.
ആ ഷണ്ണൻ എന്ന് ഷണ്ണന്റെ അടുക്കലേക്ക് കൊണ്ടുപോയിട്ട് ആ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വ്യാഖ്യാനിച്ചു കൊടുത്ത് അദ്ദേഹത്തെ സ്നാനത്തിലേക്ക് നടത്തി. സ്നാനം കഴിഞ്ഞപ്പോഴേക്കും അവിടുന്ന് ഫിലിപ്പോസിനെ പരിശുദ്ധാത്മാവ് വീണ്ടും എടുത്തുകൊണ്ട് പോയി. അപ്പം ഒരേ സമയം ഒരു വ്യക്തിക്ക് പലയിടങ്ങളിൽ കാറോ ബസ്സോ ഫ്ലൈറ്റോ ഒന്നുമില്ലാതെ സഞ്ചരിക്കാൻ പറ്റുന്ന അനുഭവങ്ങൾ ബൈബിളിലുണ്ട്. പക്ഷെ നിങ്ങളുടെ അകത്ത മനുഷ്യന്റെ ബലമനുസരിച്ചാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഇനി ശ്രദ്ധിച്ചോണം, അകത്ത മനുഷ്യൻ ബലപ്പെടും. ഇത് വലിയ പോയിന്റാണ്. ഇപ്പം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങളും നിങ്ങളുടെ ആത്മ മനുഷ്യരെ നിങ്ങളൊന്ന് വളർത്തിയാൽ ഈ നിങ്ങൾ പറയുന്ന ഒറ്റ ആമേൻ എന്ത് ചെയ്തു, ഒറ്റ ആമേന് അത്ഭുതങ്ങളുണ്ടാകും. ചിലർ കണ്ടിട്ടുണ്ട്, ചിലർ ഒത്തിരി പ്രാർത്ഥിക്കത്തില്ല. ഞാൻ ഈ ഒത്തിരി നീട്ടിയുള്ള പ്രാർത്ഥനകൾ എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം ഈ ഒത്തിരി പ്രാർത്ഥിക്കുന്നവർക്ക് ഒത്തിരി അങ്ങ് നീണ്ടു പോണ പ്രാർത്ഥനകൾ പലപ്പോഴും നമുക്ക് ആത്മ മനുഷ്യൻ ബലപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു വാക്കിൽ ദൈവശക്തി വ്യാപരിക്കും. അറിയാവോ, നിങ്ങളുടെ ഒരു വാക്കിൽ ദൈവശക്തി വ്യാപരിക്കും. ഇവിടെ അകത്ത മനുഷ്യനെ നമ്മൾ ബലപ്പെടുത്തണം. ഇവിടെ പൗലോസ് പറയണം എങ്ങനെ അകത്ത മനുഷ്യനെ ബലപ്പെടുത്തണം. ഒന്ന്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഉള്ളിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്ന് ഞാൻ നിങ്ങളുടെ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി ആ സ്നേഹത്തിൻ്റെ വീതിയും നീളവും ആഴവും ഉയരവും സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാക്കുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം, അപ്പോൾ ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുക. പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. ഒന്ന്, ഇവിടെ മുതൽ പൗലോസ് ആരംഭിക്കുകയാണ്, നിങ്ങളുടെ അകത്ത മനുഷ്യൻ ബലപ്പെടണം. ഈ അകത്ത മനുഷ്യൻ്റെ ബലം ഭയങ്കരമാണ്. ഞാൻ പറഞ്ഞു, നമ്മളൊരു ആത്മീയ ജീവിതത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് ആത്മീയ വളർച്ച എത്തിയോ എന്നെങ്ങനെ അറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര വർഷം വിശ്വാസത്തിൽ നിങ്ങളുടെ വാക്കുകൾക്കകത്ത് മനസ്സിലാവും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു വ്യക്തി നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ അകത്ത മനുഷ്യനെ ബലപ്പെടുത്താൻ പഠിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചോണം, അകത്ത മനുഷ്യൻ, നിങ്ങളിപ്പോൾ യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി ചേർക്കും, നിങ്ങൾ വീണ്ടും ജനിക്കുന്നു. അപ്പോൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. വീണ്ടും ജനിച്ച നിങ്ങളുടെ അകത്തിരിക്കുന്ന കുഞ്ഞു മനുഷ്യനെ ആഹാരം കൊടുത്ത് വളർത്തണം. പല വിശ്വാസികൾക്കും സംഭവിച്ചു പോയത്, ജനിച്ച വ്യക്തി വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട് വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്കകത്തിരിക്കുന്ന ഈ പുതു മനുഷ്യൻ വളരുന്നില്ല. അപ്പോൾ വളരാതെ എന്ത് ചെയ്യുന്നു, ഒരു വയസ്സുള്ള ഒരു കൊച്ചിനെ പോലെ നിങ്ങളുടെ അകത്ത് ഇപ്പോഴും 10-20 വർഷമായിട്ട് വിശ്വാസത്തിലും പ്രാർത്ഥനയിലും വന്നിട്ട് പോലും അവർക്ക് എന്ത് ചെയ്യുന്നില്ല, വളർച്ച ഉണ്ടാകുന്നില്ല. അതിൻ്റെ കാരണം എന്നാണെന്നറിയാം, ഒരു വ്യക്തിക്ക് വളർച്ച ഉണ്ടാകുന്നില്ല. ഇങ്ങനെ ഒരു അർത്ഥം എന്തുവാ? വളർച്ച ഉണ്ടാകുന്നതിൻ്റെ അർത്ഥം എന്തുവാ? കറക്റ്റായിട്ടുള്ള ഭക്ഷണം ലഭിക്കുന്നില്ല. കറക്റ്റായിട്ട് ഭക്ഷണം ലഭിക്കാതെ വരുമ്പോൾ നിങ്ങളുടെ അകത്ത മനുഷ്യൻ ചെറുതായി പോവും, അത് വളർച്ച മുരടിച്ചു പോവും. അവിടെ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ നിങ്ങൾ എന്ന് തുടങ്ങിയോ അവിടെ തന്നെ നിൽക്കുക. നിങ്ങളുടെ ആത്മമണ്ഡലം, നിങ്ങളുടെ സ്പിരിച്വൽ ലോകം അവിടെ തന്നെ നിൽക്കുക. അവിടെ നിങ്ങൾക്ക് വളരാൻ കഴിയുന്നില്ല. അവിടെ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുകയാണ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അകത്ത മനുഷ്യനെ ശക്തിയോടെ ബലപ്പെടുത്തണം. അപ്പോൾ അകത്ത മനുഷ്യനെ ശക്തിയോടെ ബലപ്പെടുത്തണമെങ്കിൽ വചനം എന്ന മായമില്ലാത്ത പാല് കുടിച്ച് വളരുകയും, കൊരിന്ത്യ ലേഖനത്തിലേക്ക് പറഞ്ഞ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന തനിക്ക് താൻ ആത്മീക വർധനവ് വരുത്തുന്നു. അപ്പം വചനം കേൾക്കുമ്പോൾ, വചനം വെറുതെ കേൾക്കുമല്ല. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ബ്രദറെ ഞാൻ പാതിരാത്രി വരെ ഇരുന്നുകൊണ്ട് വചനം കേൾക്കാറുണ്ട്, ബ്രദറെ നേരം വെളുക്കുന്നോടം വരുന്ന വചനം കേൾക്കാറുണ്ട്, ബ്രദറെ കാണുന്നിടത്തെല്ലാം ഞാൻ കൺവെൻഷന് പോകാറുണ്ട്, ബ്രദറെ ഞാൻ ഇഷ്ടംപോലെ ദേവദാസന്മാരെ വീട്ടിൽ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്, ബ്രദറെ. ഇതല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. വചനം കേൾക്കുക എന്ന ആൾക്കാർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് രാവിലെ മുതൽ ടി വിയിലിരുന്ന് കേൾക്കുക എന്നുള്ളതല്ല. ആ വചനം നിങ്ങൾ ഭക്ഷിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് വചനം ഭക്ഷിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എങ്ങനെയാണ് ആഹാരം കഴിക്കുന്നത്? ആഹാരം കഴിക്കാൻ നമ്മൾ കൊണ്ടുവന്ന് വിളമ്പി വെക്കുന്നു, ചവച്ചരച്ച് കഴിക്കുന്നല്ലേ. ഒറ്റയടിക്ക് നമ്മൾ വിഴുങ്ങുമല്ല, അത് ചവച്ചരച്ച് അതിനെ ആസ്വദിച്ച് ആ ആഹാരത്തെ കഴിക്കുകയാണ്. അതിൻ്റെ ടേസ്റ്റ് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതേപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന സമയത്ത്, ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. അപ്പം ഇതിങ്ങനെ ചവച്ചരച്ച് ആസ്വദിച്ച് യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. അപ്പം നമ്മൾ പല പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത്, പല പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയത്ത്, പല മുട്ടിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഈ വചനം ഇങ്ങനെ അയവിറക്കിക്ക്, ഒന്ന് ചവച്ചിറക്കിക്ക്, കണ്ണടച്ചുകൊണ്ട് പറഞ്ഞ് യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല, എനിക്കൊന്നിനും കുറവുണ്ടാകത്തില്ല. ഇതിങ്ങനെ ഭക്ഷിക്കണം.
ഇതിങ്ങനെ ഭക്ഷിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാവോ? നിങ്ങളുടെ അകത്ത മനുഷ്യനിലേക്ക് ഈ വചനം ചെല്ലുക. അപ്പോൾ ഒരു നേരം ഈ വചനം ഭക്ഷിച്ചു, എന്നിട്ട് ഞാനിങ്ങനെ അകത്ത മനുഷ്യൻ ഇങ്ങനെ ബുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. ഇതിങ്ങനെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചു. നിങ്ങളുടെ അകത്ത മനുഷ്യന് കണ്ണടച്ചുകൊണ്ട് ഈ വചനം ഒന്ന് പറഞ്ഞു നോക്കി. അപ്പോൾ നിങ്ങൾക്ക് ചില കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ കാണുന്ന സമയത്ത് ഒരു ഇടയൻ ആടുകൾക്ക് തീറ്റ കൊടുക്കുന്നത് പോലെ ദൈവം നിങ്ങൾക്ക് ആഹാരത്തെ കൊണ്ടുതരുന്നത് കാണണം. അപ്പോൾ വചനത്തിൻ്റെ വ്യാഖ്യാനം കണ്ടോ? യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ലെന്ന് പറഞ്ഞാൽ കണ്ണടച്ചിട്ട് ഒരു ഇടയൻ ആടുകൾക്ക് പുല്ല് ചെത്തി കൊടുക്കുന്നത് പോലെ, അതിന് നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ കഞ്ഞിവെള്ളം കൊടുക്കുന്നത് പോലെ, ഏതെങ്കിലും ആട് ഇന്നേ വരെ അടുക്കളയിൽ കയറി പാകം ചെയ്ത് ആഹാരം കഴിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ആട് പുല്ല് ചെത്താൻ പോയിട്ട് പുല്ല് കൊണ്ടുവന്ന് അന്ന് കഴിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. അതിൻ്റെ ഇടയന്മാർ, നമ്മുടെ നാട്ടിൽ ഇടയന്മാർ കുറവല്ലേ? എന്നാലും നമ്മുടെ വീട്ടിൽ എന്ത് ചെയ്യുക? അതിന് ആഹാരം കൊടുക്കുക കറക്റ്റ് സമയമാകുമ്പോൾ. ഇതേപോലെ തക്ക സമയത്ത് യഹോവ എൻ്റെ ഇടയനായതുകൊണ്ട് എനിക്ക് ഒരു കുറവും വരുത്താതെ അവൻ എനിക്ക് എന്ത് ചെയ്യും? തുറക്കും. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാവോ? നിങ്ങളുടെ അകത്ത മനുഷ്യൻ ഇങ്ങനെ മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കും. ഈ പുല്ല് കഴിച്ച് ഇയാളങ്ങ് വലുതായാൽ ഇയാൾക്ക് എന്താണെന്ന് പറയും, ദൈവവുമായിട്ട് ഈ അകത്ത മനുഷ്യന് ബന്ധമുണ്ട്. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. ഞാനിപ്പം നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓരോ ദിവസവും, കഴിഞ്ഞ ദിവസമൊക്കെ ഒരു സഹോദരി പറഞ്ഞ സാക്ഷി നിങ്ങൾ കേട്ടായിരുന്നു. നമ്മൾ ഇന്നലെ കേട്ടത് ആ സാക്ഷ്യം. ഞാനത് അപ്ലോഡ് ചെയ്തിട്ടില്ല, ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പം ആ സഹോദരി ഇങ്ങനെ പറഞ്ഞു, 7.5 സെൻറ്റ് സ്ഥലത്തിൻ്റെ അകത്തിരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ വീടിൻ്റെ അകത്ത് ഒരാൾ ഓട്ടോറിക്ഷ വന്നിറങ്ങുന്നു. ആ വ്യക്തിയോട് വളരെ സങ്കടപ്പെട്ട് കണ്ണുനീരോടെ തൻ്റെ വിഷയങ്ങൾ പറഞ്ഞ് കരയുന്നുണ്ട്. ആ വ്യക്തിയോട് കർത്താവ് പറയുന്നു, കരയണ്ട, നിനക്ക് വേണ്ടി എത്ര പേരത് ആ ഒരു പ്രവചനം കേട്ടായിരുന്നു? കേട്ടു. അപ്പൊ ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ. ആ വ്യക്തി, ഞാൻ എടുത്തു വെച്ചാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ 2-3 ദിവസങ്ങൾക്ക് മുമ്പോ, അല്ലെങ്കിൽ ഞാൻ ഓർക്കുന്ന കേട്ടു 3-4 ദിവസങ്ങൾക്ക് മുമ്പോ നടന്ന കാര്യം ആരോടും പറഞ്ഞിട്ടില്ല. അതൊക്കെ നമ്മൾ പറയാറില്ല. നമ്മുടെ വീട്ടിൽ ആരൊക്കെ വന്നു എന്നുള്ളത്, ബ്രദറെ എൻ്റെ വീട്ടിൽ ഒരാൾ വന്നു, ഓട്ടോറിക്ഷയിലാണ് വന്നു, ആരും നമ്മൾ വിളിച്ച് പറയാറില്ല. ഇതെങ്ങനെ എനിക്ക് മനസ്സിലായി, അല്ലെങ്കിൽ എനിക്കെങ്ങനെ അത് വെളിപ്പെട്ടു, അല്ലെങ്കിൽ എങ്ങനെ മനസ്സിലായി? അപ്പോൾ സാധാരണഗതിയിൽ നിങ്ങൾക്കറിയാം, ഞാൻ ഇരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിലല്ല, UK ഇരിക്കുന്നത്. ഇവിടെ ഇരുന്നുകൊണ്ട് സൂമിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പം നിങ്ങളുടെ വീട്ടിൽ എല്ലായിടത്തും കൊണ്ടുവന്ന് ഞാൻ CC ക്യാമറ വെക്കുക എന്നുള്ളത് നടക്കുന്ന കാര്യമില്ല. അപ്പോൾ ഇത്രയും 1000-കണക്കിന് 10,000-കണക്കിന് ദൂരെയുള്ള ഒരു സ്ഥലത്ത് ഏതോ ഒരു ഭവനത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെ കാണാൻ പറ്റുന്നു, എങ്ങനെ വെളിപ്പെട്ടു? അതിൻ്റെ സൊല്യൂഷനും കൂടെ എന്ത് ചെയ്തു? വേണ്ട, ഇനി നീ കരഞ്ഞ് പറയണ്ട, ആരോടും പറയണ്ട, ദൈവത്തോട് പറഞ്ഞാൽ മതിയെന്ന് ആ സഹോദരിയോട് കർത്താവ് ഇടപെടുക. എങ്ങനെ മനസ്സിലായി? ഈ വാക്ക് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നോക്കിയോണം, എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഈ വാക്ക് മാത്രം അതിൻ്റെ ഉത്തേന സഹോദരി ഒന്നുകൂടെ നമ്മുടെ അത് എടുക്കാൻ പോയ സമയം എടുക്കും സാക്ഷ്യം. ഈ മനുഷ്യന് മനസ്സിലാവും. അകത്ത മനുഷ്യനിലൂടെയാണ് ഇത് വെളിപ്പെടുന്നത്. അപ്പൊ അകത്ത മനുഷ്യന് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ കാണാൻ പറ്റും. നോക്കി, എങ്ങനെ കാണാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവാത്മാവിനാൽ നിങ്ങൾ അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. അപ്പൊ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അകത്ത മനുഷ്യനുമായി പരിശുദ്ധ ആത്മാവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ആ നടന്നു കഴിഞ്ഞ കാര്യത്തെ ആ സഹോദരികളുള്ള പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് പറഞ്ഞു തരും കേട്ടോ. എങ്ങനെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, പരിശുദ്ധ ആത്മാവ്, ഈ വചനം ശ്രദ്ധിച്ച് നോക്കിയാൽ, പരിശുദ്ധ ആത്മാവ് എൻ്റെ അകത്ത മനുഷ്യനോട് സംസാരിക്കുന്നു. എനിക്കത് ചെവി കൊണ്ട് കേൾക്കാൻ പറ്റുന്നില്ല. ഞാൻ കാണുന്ന മൊത്തം, അല്ലെങ്കിൽ ഞാൻ കേൾക്കുന്നത് മൊത്തം ചീവീടിൻ്റെ സൗണ്ടും, നമ്മുടെ ഇവിടെയുള്ള എന്താ പറയുക കാറ്റടിക്കുന്ന സൗണ്ടും, ഇവിടെ TV വെച്ചിട്ടുണ്ട്, TVയുടെ സൗണ്ടും, ഞാൻ കാണുന്നത് മൊത്തം എൻ്റെ മുമ്പിൽ എന്തൊക്കെയോ ഉണ്ടോ അതൊക്കെ കാണുന്നത്. പക്ഷെ എൻ്റെ അകത്ത മനുഷ്യൻ കാണുന്നത് TVയോ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ ഒന്നുമല്ല. ഈ വ്യക്തി കാണുന്നത് മുഴുവൻ ദൈവത്തിലുള്ള കാര്യങ്ങളെയാ. ഈ വ്യക്തിയുടെ അകത്തോട്ടാണ് ഈ കൃപാവരം മൊത്തം കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതെന്ത് സംഭവിച്ചു? ഈ പരിശുദ്ധാത്മാവ് അകത്ത മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്ന വ്യക്തിയെ തൊടാൻ വേണ്ടി പോകുന്നു. ഇനി ശ്രദ്ധിച്ചോളാം, ഇന്ന വ്യക്തിയെ തൊടാൻ വേണ്ടി പോകുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ അകത്ത മനുഷ്യൻ എൻ്റെ ചിന്തകളെ സ്വാധീനിച്ചിട്ട്, എൻ്റെ ആത്മാവിൽ എൻ്റെ ചിന്തകളെ എടുത്തിട്ട്, എൻ്റെ ബ്രെയിനെ തൊട്ടിട്ട് എൻ്റെ നാവിലൂടെ പറയുകയാണ്, ഇന്ന സഹോദരിയെ കർത്താവ് കാണിക്കുന്നു. അപ്പം എൻ്റെ നാവാ ഇത് പറയുന്നത്.
നാവ് കൊണ്ട് പറയുന്നു, ഇന്ന സഹോദരിയെ കർത്താവ് കാണിക്കുന്നത് 3 ദിവസം മുമ്പ് ആ സഹോദര വീട്ടിൽ ഒരാൾ വന്നു, അവർ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥനാ വിഷയം ഓട്ടോറിക്ഷ വന്നു. ഇതെല്ലാം കണ്ടത് വെളിപ്പെടുത്തുക, ആ നടന്ന കാര്യത്തെ വെളിപ്പെടുത്തുക. നിങ്ങൾക്കിത് കേൾക്കുന്നുണ്ട് ബോറടി തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇല്ല. ആമേൻ. അപ്പൊ നിങ്ങൾ അകത്ത് മനുഷ്യനെ ശക്തിപ്പെടുത്തും. നിങ്ങൾക്ക് എന്താ ഗുണം? ഇതെല്ലാം കണ്ടുകൊണ്ട് എന്താ ഗുണം? നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊക്കെ മേഖലയിലാണോ നിങ്ങൾക്ക് വളരാൻ തടസ്സമായി നിൽക്കുന്നത്, അവിടെയൊക്കെയും നിങ്ങൾക്ക് ഇതെല്ലാം വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ദൈവം കാണിക്കുന്നത്, സ്വയമായിട്ട് കാണാനല്ല, ദൈവം കാണിക്കുന്നതിനെയൊക്കെയും ദൈവത്തിൻ്റെ പദ്ധതിയൊക്കെയും നിങ്ങൾക്ക് കർത്താവ് വെളിപ്പെടുത്തി തരും. പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, നമ്മുടെ അകത്ത മനുഷ്യൻ ഇപ്പോഴും ഇതല്ല. നമ്മളിപ്പോഴും കൈയടിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, സ്വോത്രം, ഇതും തെറ്റല്ല കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ പ്രാർത്ഥനയുണ്ട്, അവിടെ പോകുന്ന ഏതെങ്കിലും ദേവദാസനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കൊച്ചിൻ്റെ വിഷയമാണ്, കുടുംബ വിഷയമാണ്, തലമുറ വിഷയമാണ്, ആ വിഷയമാണ്, ഈ വിഷയമാണ് എന്നും പറഞ്ഞ് നമ്മൾ ഇങ്ങനെ അങ്ങ് പോവുക. ഇതിൻ്റെ അപ്പുറം നമുക്കൊരു ലോകമില്ല. അവിടെ പോയിരുന്ന അരമണിക്കൂർ വചനം കേൾക്കും, അതിൻ്റെ 20 മിനിറ്റ് ഇരുന്ന് ഉറങ്ങും. 20 മിനിറ്റ് ഉറങ്ങും, അവസാനത്തെ 10 മിനിറ്റ് കയ്യടിയും സ്വോത്രവും ആലോലിയായിട്ട് നമ്മളങ്ങ് തീരുന്നു, അവസാനം ഓടിച്ചിട്ടൊരു പ്രാർത്ഥന. ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊരു ലോകമില്ല. ഇനി അഥവാ ഒരു നോട്ട് ബുക്കിലോട്ട് ഏതെങ്കിലും വചനം എഴുതിയെടുത്താലും അവിടെ വെച്ചത് മറന്നു പോവുകയും ചെയ്യും. ചിലപ്പോൾ അത് മറന്നുപോയി, എടുക്കാൻ മറന്നുപോകും, അല്ലെങ്കിൽ അത് ബാഗിൽ വെച്ച് മറന്നുപോകും. പിന്നെ അടുത്ത പ്രാർത്ഥനയ്ക്ക് നമ്മൾ എടുക്കുന്നുള്ളൂ. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേൾക്കുന്ന വചനത്തെ നിങ്ങൾ ഭക്ഷിക്കണം. ഒരു കാര്യം ഓർത്തോണം, നിങ്ങൾക്ക് അകത്ത് വിശന്നിരിക്കുന്ന ഒരാളുണ്ടെന്ന് എപ്പോഴും ഓർത്തോണം. ഈ വ്യക്തിക്ക് ഫുഡ് കൊടുത്താൽ ഈ വ്യക്തി ദൈവത്തോട് സംസാരിക്കും. ഈ വ്യക്തി നിങ്ങളെ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹത്തിലേക്ക് നിങ്ങളെ എത്തിക്കുവാൻ, നിങ്ങളുടെ അകത്ത മനുഷ്യൻ മരിക്കുമ്പോൾ ആള് പോയെന്ന് പറയത്തില്ലേ, ഈ പുള്ളിയുടെ കഴിവ് എന്നാണെന്നറിയാവോ? ദൈവവുമായിട്ട് സംസാരിക്കാൻ കഴിവുണ്ട്. ദൈവത്തിൽ നിന്ന് അനുഗ്രഹത്തെ പിടിച്ചെടുക്കുവാൻ ഈ വ്യക്തിക്ക് കഴിവുണ്ട്. നിങ്ങൾക്കറിയാമോ, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു അതിന് പറയുന്ന പേരെന്തുവാ എനിക്കറിയത്തില്ല, സാറ്റലൈറ്റ് എന്നാണ്. അതായത് സിഗ്നലുകളെ പിടിച്ചെടുക്കാം. എൻ്റെ പേര് സാറ്റലൈറ്റ് ആണോ? ഞാനൊന്ന് മറന്നുപോയിട്ടോ കേട്ടോ. സിഗ്നൽ പിടിച്ചെടുക്കുന്നത് അല്ലേ, സാറ്റലൈറ്റ് അല്ലേ? ഓക്കെ. ഇനി ആന്റിനയുടെ ഉദാഹരണം എടുത്തേക്ക്. ഇനി സാറ്റലൈറ്റ് പോട്ടെ. നമ്മുടെ നാട്ടിൽ പണ്ട് ആന്റിന ഉണ്ടായിരുന്നു അല്ലേ? TV മേടിച്ചിട്ട് വീടിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് ആന്റിന വെക്കും. അതെന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ആന്റിന ഒരു റിസീവറാണ്. നമുക്ക് വേണ്ട ചാനലുകളെ അത് റിസീവ് ചെയ്യും, അന്തരീക്ഷത്തിൽ നിന്ന് റിസീവ് ചെയ്തെടുക്കും. നമുക്കത് TV ഇങ്ങനെ കാണാൻ പറ്റും അല്ലേ? ദൂരദർശനായിട്ടും അതും ഇതൊക്കെയായിട്ട് TV ഇപ്പോൾ ആന്റിനയൊന്നും ഇല്ല എങ്കിലും നമുക്ക് റേഡിയോ സിഗ്നലുകളെ പിടിച്ചെടുക്കുന്ന ഒരു സംഭവമുണ്ട്, റിസീവർ ഉണ്ടല്ലേ? അതേപോലെ തന്നെ നിങ്ങൾ ക്രിസ്തുവേശുവിലുള്ള നന്മകളെ റിസീവ് ചെയ്യുന്ന ഒരാളകത്തുണ്ട്. പക്ഷെ എന്താ സംഭവിക്കുന്നത് അറിയാമോ? ഈ വ്യക്തിക്ക് വളർച്ചയില്ലെങ്കിൽ ഈ റിസീവ് ചെയ്യുന്നതിനെ ഉൾക്കൊള്ളാൻ കഴിവില്ലാതെ ഇതിങ്ങനെ കിടക്കുക. ശ്രദ്ധിച്ചോണം, നിങ്ങൾ അകത്ത മനുഷ്യൻ വളർന്നില്ലെങ്കിൽ ദൈവം പറയുന്നതിനെയോ ദൈവം തരുന്നതിനെയോ മേടിച്ചിട്ട് നിങ്ങൾക്ക് തരാനുള്ള കപ്പാസിറ്റി ഇല്ല. ഇതില്ലാതെ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാവോ? നിങ്ങൾ കിടന്ന് സങ്കടപ്പെടുകയും സ്ട്രഗിൾ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, അകത്ത മനുഷ്യനെ ശക്തിയോലെ ബലപ്പെടുത്തണം. ഈ പുള്ളി ബലപ്പെടുത്തിയാൽ മാത്രമേ ഉള്ളത് റിസീവ് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിലോട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തുറക്കാൻ കഴിയത്തുള്ളൂ. ഇതിനെ വളർത്തണം. ഇപ്പം നിങ്ങൾ ഈ രാത്രിയിൽ ഉറക്കം, ചിലർ ഉറങ്ങിയിരിപ്പുണ്ട്, ചിലർ ഉറങ്ങാതിരിക്കാൻ വേണ്ടി കണ്ണും നോക്കിയിരിപ്പുണ്ട്. അങ്ങനെ പല രീതിയിലിരിക്കുന്ന നിങ്ങൾ കഷ്ടപ്പെട്ട് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളെ ഉറക്കാതെ ഇരിക്കുന്ന ഒരാളുണ്ട് അകത്ത്, അറിയോ? അകത്ത മനുഷ്യൻ. ഈ പുള്ളിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. നമ്മുടെ ബുദ്ധിക്ക് ഇഷ്ടം സീരിയൽ കാണാനാണ്, നമ്മുടെ ബുദ്ധിക്ക് ഇഷ്ടം ഷോപ്പിങ്ങിന് പോയി ഈ സമയത്ത് കിടന്ന് ഉറങ്ങാനാണ് ബുദ്ധിക്കിഷ്ടം, ശരീരത്തിന് ഇഷ്ടം. പക്ഷെ അകത്ത മനുഷ്യന് ഭയങ്കര കൊതിയാണ്, ഒരിക്കത് വളരണം. ഇങ്ങനെ വളരുന്ന ഒരു മൈൻഡ് അല്ലെങ്കിൽ വളരുന്ന ഒരു ആത്മാവ് നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം തുടർച്ചയായിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥനകളിൽ പങ്കുചേരാൻ ഒരു ആഗ്രഹം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയെങ്കിലും ഉറപ്പിച്ചോ, നിങ്ങളുടെ അകത്ത മനുഷ്യൻ വളരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇല്ല, 2 ദിവസം പ്രാർത്ഥിച്ച് 3-ാം ദിവസം ഇൻട്രസ്റ്റ് തോന്നില്ല, പുള്ളിക്ക് വളർച്ചയില്ല. പിന്നെ നമ്മൾ കാണുന്ന എപ്പോഴും അടുത്ത വർഷമാണ്, ന്യൂ ഇയറിന് പുതിയ തീരുമാനമായിട്ട് ഇന്ന് മുതൽ പ്രാർത്ഥന മുടക്കത്തില്ല. ഇത് മുരടിച്ചു പോയ ആത്മമനുഷ്യനാണ്. ആത്മമനുഷ്യൻ വളരുന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ട്, ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് എത്ര ദിവസം ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റും? പറ. ഒന്ന് പറഞ്ഞു, എത്ര ദിവസം ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റും? 2 ദിവസം, 3 ദിവസം, 1 ദിവസം. അപ്പൊ ഒരു ദിവസമൊക്കെ കഷ്ടി നമുക്ക് ആഹാരം കഴിക്കാതെയൊക്കെ ഇരിക്കാൻ പറ്റും. എന്നാലോചിച്ച് നോക്കിയേ. അപ്പൊ അകത്ത മനുഷ്യൻ
ഒരു ദിവസം പ്രാർത്ഥന കേട്ടിട്ട് പിന്നെ നമുക്ക് പ്രാർത്ഥന കേൾക്കാൻ ഇൻട്രസ്റ്റ് വരുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ആത്മ മനുഷ്യൻ വളരെ വളരെ ചെറുതാണ്. ഇച്ചിരി വെള്ളം കുടിച്ചാലും വയറ് നിറയുന്നത്. കുഞ്ഞു പിള്ളേരെ കണ്ടിട്ടുണ്ടോ? കുഞ്ഞു പിള്ളേർക്ക് ഇച്ചിരി എന്താ പറയുന്നത്, ഇച്ചിരി വെള്ളം കൊടുത്താൽ മതി, അവരെന്ത് ചെയ്യും? ഞാൻ ഉപവാസത്തിൻ്റെ കാര്യമല്ല ചോദിച്ചത് കേട്ടോ. 7 ദിവസം നിങ്ങൾ അതൊന്നും ഓർക്കണ്ട. ഒരു നോർമൽ മനുഷ്യനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഫാസ്റ്റിങ് നമുക്ക് ദൈവം ബലം തരുന്ന. ഇപ്പോൾ ഒരു കുഞ്ഞു കൊച്ചിന് ഒരു നിബിളിൻ്റെ അകത്ത് ഇച്ചിരി വെള്ളം കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, വയറ് നിറയും. പക്ഷെ അതേ സ്ഥാനത്ത് 10-25 വയസ്സുള്ള ചെറുപ്പക്കാരനുണ്ട് വെള്ളം കൊടുത്താൽ എങ്ങനെ ഇരിക്കും? പറ്റത്തില്ല. അപ്പം നിങ്ങളുടെ ആത്മ മനുഷ്യൻ ഒരു ദിവസം പ്രാർത്ഥന കേട്ടിട്ട് പിന്നെ അടുത്ത മാസമുള്ളൂ പ്രാർത്ഥന കേൾക്കാൻ പറ്റുന്നുള്ളെങ്കിൽ എൻ്റെ അർത്ഥം അത്രയും വളർച്ചയുള്ളൂ. ആത്മാവിൽ വളർന്നവൻ എല്ലാ ദിവസവും വചനം വേണം. എല്ലാ ദിവസവും വചനം വേണം. എല്ലാ ദിവസവും പ്രാർത്ഥന ഇല്ലെങ്കിൽ അവന് ജീവിക്കാൻ പറ്റത്തില്ല. വചനമില്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പറ്റുന്ന ആരെങ്കിലും അതിനകത്തുണ്ടോ? ഞാൻ ഉറപ്പിച്ചു പറയും, നിങ്ങൾ വളരെ വളരെ വളർന്നിരിക്കുന്നു. നിങ്ങളുടെ വീട്ടിലെ പിള്ളേരുണ്ടെങ്കിൽ 10-20 വയസ്സുള്ള പിള്ളേരുള്ള കുടുംബം ഉണ്ടെങ്കിൽ നോക്കിയാൽ ഒരു നേരം ചോറൊക്കെയായിരുന്നു നോക്കി, അവരെ പാത്രം മൊത്തം തല്ലി പൊട്ടിച്ച് വീട്ടിൽ ഭയങ്കര ബഹളമല്ലേ? ഒന്ന് അടുക്കളയിൽ നിന്ന് അടച്ചിട്ട് നോക്കി, ഇവിടെ ഒന്നുമില്ലെന്ന് പറഞ്ഞു നോക്കി, എന്നാ ബഹളമാണ്. കാര്യം പരവേശം, വിശപ്പ്, അവരെ അങ്ങോട്ട് സഹിക്കാൻ കഴിയത്തില്ല. അവരുടെ ബോഡിക്ക് അത് വേണം. അപ്പം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന ഇല്ലെങ്കിൽ ഒരു സങ്കടവും നിരാശയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, വിശപ്പ് കൂടുതലുള്ളവരാ, വളർച്ചയുള്ളവർക്കേ വിശപ്പുള്ളൂ. നമുക്ക് കുഞ്ഞുങ്ങളെ പറ്റത്തില്ല. ഇച്ചിരി വെള്ളം കൊടുത്താൽ, ഇച്ചിരി പാൽ കൊടുത്താലും പിള്ളേർ കിടന്ന് ഉറങ്ങിക്കോളും. അവരുറങ്ങും. പക്ഷേ ചോറ് കിട്ടില്ലെങ്കിൽ നമ്മൾ ഉറങ്ങും ഇല്ല. അപ്പം എനിക്ക് ആ കാര്യം മർമ്മം മനസ്സിലായി. ഒരു ദിവസം നമുക്ക് കർത്താവിൻ്റെ വചനം കേട്ടില്ല, അല്ലെങ്കിൽ കുറച്ച് എനിക്ക് ഒരു ദിവസം ഈ അന്യഭാഷയെ പ്രാർത്ഥിച്ചില്ലേ ഭയങ്കര മടുപ്പാണ്. അന്നത്തെ ദിവസം എൻ്റെ കംപ്ലീറ്റ് ഞാൻ പറയത്തില്ല മൂഡൗട്ടായിപ്പോയി ഞാൻ. അപ്പം ഞാൻ ഓർത്ത് എന്താ ഭയങ്കര മൂഡൗട്ട്. പക്ഷെ ഒന്ന് പ്രാർത്ഥിച്ച് അന്യഭാഷയിലൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് കുറച്ച് നേരമൊക്കെ ഒന്ന് വചനമൊക്കെ പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ എനിക്ക് അങ്ങോട്ട് ഭയങ്കര ഒരു സമാധാനം. അപ്പം എനിക്ക് മനസ്സിലായി വയറ് നിറഞ്ഞതുകൊണ്ടാണ്. വയറ് നിറയാത്തപ്പം നമുക്ക് ദേഷ്യവും അരിശവും സങ്കടവും നിരാശയൊക്കെ വിശ്വാസിക്ക് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വിശപ്പ് കൂടിയിട്ടുണ്ട്. വിശപ്പ് കൂടുമ്പോഴാണ് നമുക്ക് ഈ ദേഷ്യവും അരിശവും നിരാശയും സങ്കടവും ഒക്കെ വരുന്നത്. വയറ് നിറഞ്ഞ വിഷയമില്ലെന്നേ. അപ്പം അകത്ത മനുഷ്യൻ ബലപ്പെടുത്തണം. അതാ പൗലോസ് പറഞ്ഞത്. അതിനെന്ത് ചെയ്യണം? ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഉള്ളിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്ന് ഞാൻ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. അപ്പം ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നത് വിശ്വാസത്താലാണ്, അല്ലേ? അപ്പം ക്രിസ്തുവിനെ പറ്റി കൂടുതൽ അറിയും തോറും നിങ്ങളുടെ അകത്ത മനുഷ്യൻ ശക്തിപ്പെടും. ഞാൻ ഈ സാധ്യതകളെ പറ്റി പറയുന്നത് ഞാൻ എപ്പോഴും പറഞ്ഞത്. ഇപ്പം ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ചിലരുടെ ജീവിതത്തിൻ്റെ അകത്ത് ഇപ്പം ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ആത്മ മനുഷ്യൻ വളർന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഒരു ചിന്ത ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒരു ദിവസം പ്രാർത്ഥനയ്ക്ക് കൂടിയില്ലെങ്കിൽ വിഷമമുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിലർ പറയാറുണ്ട്, ബ്രദറെ വൺസ് ഈ കൂട്ടായ്മയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും കയറാൻ ഒരു ടെൻഡൻസി വരുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നലുണ്ടോ? വൺസ് ഇതിൻ്റെ അതൊന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും കയറാനൊരു തോന്നൽ വരുന്ന ആരെങ്കിലും ഉണ്ടോ? നിർബന്ധിക്കണ്ട. ഉണ്ട്. എനിക്കൊരു പ്രത്യേകത ഉണ്ട്. എനിക്ക് ഈ ടേസ്റ്റ് ഫുഡ് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെയും കഴിക്കാൻ വേണ്ടി തോന്നും. അപ്പം നിങ്ങൾക്ക് എവിടെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അങ്ങനെയല്ലേ? നിങ്ങളുടെ വീട്ടിലിപ്പം ഒരു രുചിയില്ലാത്ത ഏതെങ്കിലും ഒരു സാധനം മേടിച്ച് കഴിച്ചാൽ പിന്നെ നമ്മൾ ആ വഴിക്ക് പോവോ? ഇല്ല. എന്നാൽ നല്ല ടേസ്റ്റ് ഉള്ളൊരു ആഹാരം കഴിച്ചു എവിടെയെങ്കിലും നമ്മൾ ആ ഭാഗത്തോട്ട് പോകുമ്പോൾ ഒരു ടെൻഡൻസിയാണ് അതൊന്ന് കഴിക്കണം. വല്ലാത്തൊരു കൊതി നമ്മുടെ അകത്തോട്ട് വരും. അപ്പം എവിടെയൊക്കെയോ നിങ്ങൾക്ക് ടേസ്റ്റ് തരും, നിങ്ങളുടെ ആത്മ മനുഷ്യന് ടേസ്റ്റ് കിട്ടുന്ന എന്തൊക്കെയോ നിങ്ങൾക്ക് കിട്ടി ഇവിടുന്ന്. പിന്നെയും നിങ്ങളെ ഉന്തിക്കൊണ്ടിരിക്കുക. അപ്പം ഈ ഉന്ത് കിട്ടുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ മിടുക്കല്ല, പിന്നെയും നിങ്ങളുടെ അകത്ത മനുഷ്യൻ എവിടെയൊക്കെയോ ശക്തിപ്പെടുന്നുണ്ട്. ആമേൻ. അപ്പം ഇവിടെ നോക്കി, നമ്മൾ ആത്മ മനുഷ്യനെ എങ്ങനെ ബലപ്പെടും? ഈ ആത്മ മനുഷ്യന് കംപ്ലീറ്റ് കാര്യവും അറിയാം, സൊല്യൂഷൻ കംപ്ലീറ്റ് അറിയാം. നിങ്ങൾക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ ആത്മ മനുഷ്യനോട് ദൈവം അപ്പം ഇത് നമ്മുടെ വളർച്ച അനുസരിച്ചാണ് കേട്ടോ. ഓരോ വ്യക്തിയുടെയും വളർച്ച അനുസരിച്ചാണ് നമുക്ക്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പലരും ചോദിക്കും, ബ്രദർ എനിക്ക് എന്തുകൊണ്ട് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ കഴിയുന്നില്ല, ദൈവശബ്ദം ക്ലിയർ ആയിട്ട് കേൾക്കാൻ കഴിയുന്നില്ല? ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞു, ഇന്നലെ നമ്മൾ വേറൊരു സഹോദരിയെ പറ്റി കേൾക്കാൻ ഇടയാ തീർന്നു. ഒരു പേര് വെളിപ്പെടുത്തിയ സമയത്ത് നിങ്ങൾ ഓർക്കുന്നില്ല, എന്തോ ലാലു, അങ്ങനത്തെ പേര് ഞാൻ പറഞ്ഞ ലാലു എന്നല്ലോ, ബാലൻ എന്നൊരു പേര് വിടില്ല, ബാല എന്നൊരു പേര്.
അപ്പോൾ ആ പേര് വെളിപ്പെട്ടപ്പോൾ പലരും പറഞ്ഞു ബാലകൃഷ്ണൻ എന്ന പേര്. ഇപ്പം അങ്ങനെ നിങ്ങൾ ചോദിച്ചപ്പോൾ ചില പലരും എൻ്റെ പേരുമായിട്ട് സാമ്യമുണ്ട്, എൻ്റെ വിളിക്കുന്ന പേരാണ്, വീട്ടിൽ വിളിക്കുന്ന പേരാണ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ പെട്ടെന്ന് വീണ്ടും ചോദിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് പറയുകയാണ് പേരുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആ പേര് തന്നെയാണ് കാണിക്കുന്നത്. അതായത് പേരിനോടൊപ്പം തന്നെ ആ പേര് കാണിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സാമ്യമുള്ള ആരുമില്ല, ബാലകൃഷ്ണനുണ്ട്, അങ്ങനെയുള്ള ഒത്തിരി പേര് പറഞ്ഞു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഒരു സഹോദരി പറഞ്ഞു, ഒരു പേര് പറഞ്ഞിട്ട് പറഞ്ഞു ആ പേരിൻ്റെ അവസാനം അത് ബാല എന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി എങ്ങനെ മനസ്സിലായി? കാര്യം ആ സഹോദരി ജോഷുവ ബാല അല്ലേ, ആശാ സഹോദരിട്ടുണ്ട് ജോഷുവ ബാല. അപ്പം പൊതുവേ ജോഷുവ ബാല എന്നുള്ള പേര് അങ്ങനെ വരാറേ ഇല്ല അല്ലേ. ആ ബാല എന്നുള്ള പേര് വളരെ കുറവാണ്. പ്രത്യേകിച്ച് എന്താ പറയുക, ഒരു ക്രിസ്തു മത വിശ്വാസികളുടെ ഇടയിൽ അങ്ങനത്തെ ഒരു പേര് വളരെ റെയറാണ്. പക്ഷേ ആ ദൈവാത്മാവിന് അപ്പം ആ കൂടിയിരിക്കുന്ന വ്യക്തികളിലുള്ള ആ മകനെ പറ്റിയാണ് വെളിപ്പെടുത്തിയത്. അപ്പം എങ്ങനെ മനസ്സിലായി കാര്യങ്ങളൊക്കെ? എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അകത്ത മനുഷ്യനോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ ആ കാര്യത്തെ അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പം ഞാനും പറയുന്നു, ഓരോ ദിവസവും ഞാനും വളരുക, 5ാം ക്ലാസ്സിൽ കിടക്കുക, ഇനി വളർന്നു വന്നുകൊണ്ടിരിക്കുക. അപ്പം എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അകത്ത മനുഷ്യനോട് പരിശുദ്ധ ആത്മാവ് സംസാരിക്കുന്നുണ്ടെങ്കിലും ഈ പുള്ളിക്ക് വളർച്ചയിൽ, ഇപ്പോൾ 1 വയസ്സുള്ള കൊച്ചോട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്കറിയാവോ ജർമ്മനിയിൽ 2ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൊച്ചു ചിരിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ കരയും, അല്ലെങ്കിൽ വായി കൈവച്ചുകൊണ്ടിരിക്കും. ഇതല്ലാതെ 1 വയസ്സുള്ള കൊച്ചിന് ഒന്നും പിടികിട്ടത്തില്ല. എന്നാൽ ഈ കുഞ്ഞ് വളർന്നു വന്ന് 20 വയസ്സായി, നിനക്ക് ഹിറ്റ്ലറെ അറിയാവോ എന്ന് ചോദിച്ചാൽ ആ കൊച്ചു പറഞ്ഞു തരും, പിന്നെ അറിയാം, എന്നാ ചോദ്യം അല്ലേ. കണ്ടോ, അതെന്നാ നിനക്ക് 1 വയസ്സുള്ളപ്പോൾ പറയാൻ പറ്റാത്തത്? കാരണം 1 വയസ്സുള്ളപ്പം കേട്ടുവെങ്കിലും അത് തിരിച്ചറിയാനോ പ്രതികരിക്കാനോ വളർച്ചയുണ്ടായിരുന്നില്ല. ഇപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങളുടെ വിഷയത്തിൻ്റെ ബന്ധപ്പെട്ടുള്ള സൊല്യൂഷനുകളെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നേ. പക്ഷേ നിങ്ങളുടെ അകത്ത മനുഷ്യൻ ഇപ്പോഴും 1 വയസ്സാണ്. ഈ പുള്ളി വളരാത്തത് കൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല. പരിശുദ്ധാത്മാവ് പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല. ഇത് വലിയൊരു സ്റ്റഡിയാണ്, ഞാനിതിപ്പോൾ അങ്ങ് പോവാണ്. എത്രത്തോളം നിങ്ങൾക്ക് ദൈവം മനസ്സിലാക്കി തരട്ടെ. ഇത് കുറച്ചും കൂടി എനിക്കിത് വളരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, നമുക്ക് സമയപരിമിതിയുണ്ട്. അപ്പം നോക്കി, അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ദൈവശബ്ദങ്ങളെക്കാൾ എളുപ്പം വഴി ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ അകത്ത മനുഷ്യനെ വലുതാക്കുക, അകത്ത മനുഷ്യന് കിട്ടേണ്ട ഫുഡ് കൊടുക്കുക. ഇനി എങ്ങനെയാണ് ബ്രദറെ അകത്ത മനുഷ്യൻ വളർന്നു എന്ന് അറിയുന്നത്? മനസ്സിലാക്കി തരാം, പെട്ടെന്ന് മനസ്സിലാക്കി തരാം. ഏതെങ്കിലും പ്രാർത്ഥനാ സ്ഥലത്ത് പോയിട്ട് ഏതെങ്കിലും വചനം കേട്ടാൽ, തുടക്കം ചോദിച്ചത്, നിങ്ങൾക്ക് പിന്നെയും പിന്നെയും ആ സ്ഥലത്തേക്ക് പോകാൻ ഒരു ആകർഷണം, മടിയില്ല, അലസതയില്ല, നിങ്ങൾക്ക് ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നുക. അങ്ങനെ ഉണ്ടെങ്കിൽ പ്രോത്സാഹിപ്പിക്കണം. നമ്മൾ വേണ്ട വിലങ്ങിച്ച് പോകുന്ന ആൾക്കൊണ്ട്, അപ്പോൾ ഒന്ന് ഞായറാഴ്ച പള്ളിയിൽ പോകണം, ആ ബ്രദറിൻ്റെ സുവിശേഷം മൊത്തം ഇന്ന് കേൾക്കണം എന്നും പറഞ്ഞ് പോകുന്നുണ്ട്. അതിനർത്ഥം നിങ്ങളുടെ അകത്ത മനുഷ്യന് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഒന്നുകൂടെ ഞാൻ പറയാം. ഇപ്പം നമ്മുടെ ഈ ഫെബ്രുവരി നടക്കുന്ന മീറ്റിങ്ങിനെ പറ്റി ഞാൻ എപ്പോഴും പറയാറുണ്ട് അല്ലെ. ഫെബ്രുവരി 18, 20, 24. അപ്പം ഞാൻ ഈ പ്രാർത്ഥനയിൽ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ കൂടെയുള്ള സഹോദരി സഹോദരന്മാരുണ്ട്, ആരെ നിർബന്ധിക്കേണ്ട. ഈ നമ്മളിങ്ങനെ വിളിച്ചു കൂട്ടിക്കൊണ്ട് വലിച്ചു കൊണ്ടുവരുന്നതല്ല ഈ സുവിശേഷ വേല. ഇഷ്ടമുള്ളവർ വന്നാൽ മതി, ഹൃദയത്തിൽ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വന്നാൽ മതി. കാര്യം അങ്ങനെ വരുന്ന എനിക്കറിയാൻ പറ്റും, ആത്മാവിൽ ആഗ്രഹമുള്ളവരെ അവിടെ വരത്തുള്ളൂ. അവരോട് പ്രവചിക്കുവാനും ശുശ്രൂഷിക്കുവാനും കർത്താവിന് വളരെ ഇൻട്രസ്റ്റ് ആയിരിക്കും. യേശുക്രിസ്തുവിൻ്റെ കാലത്ത് കർത്താവ് പറയുന്നുണ്ട്, അവർ അവിശ്വാസ നിമിത്തം ഒന്നും ചെയ്തില്ല. അപ്പം ഞാൻ പ്രാർത്ഥിച്ച കർത്താവ് ദൈവഹിതമുള്ളത് വന്നാൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ദൈവപ്രവർത്തികൾ കാണാനും അനുഭവിക്കാനും. അപ്പോൾ ആളെ കൂട്ടുക എന്നുള്ള പരിപാടി നമുക്കില്ല. കർത്താവിലേക്ക് എന്ത് ചെയ്യണം? ഇത് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കിയ അകത്ത മനുഷ്യൻ, ഞാനിത് പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വന്ന് താഴെയാണ് ഇതിലേക്ക് വരാൻ വേണ്ടി എനിക്ക് ഇത്ര നേരമായിട്ട് വന്നിട്ടില്ല. പക്ഷേ ഇന്ന് ഞാൻ തൽക്കാലത്തേക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പോകണം. ബാക്കി താഴെ കിടക്കുവാണ് നമുക്ക്. അപ്പോൾ അകത്ത മനുഷ്യനെ ബലപ്പെടുത്തണം. അകത്ത മനുഷ്യന് നല്ല ഫുഡ് വാങ്ങിച്ചു കൊടുക്കണം. അകത്ത മനുഷ്യനെ നന്നായിട്ടൊന്ന് വളർത്തിയാൽ ദൈവത്തിൽ നിന്ന് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പുള്ളി പിടിച്ചെടുക്കും. എന്തൊക്കെയുണ്ടോ അതെല്ലാം തുറന്നു തരും. എന്തൊക്കെയുണ്ടോ അതൊക്കെ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തുറന്നു തരാൻ സഹായിക്കുന്ന ആളാണ് അകത്ത മനുഷ്യൻ. ഈ പുള്ളി ശക്തിപ്പെടാത്തോടത്തോളം കാലം നിങ്ങളുടെ ആത്മീയ ജീവിതം ഏറ്റവും ബോറിംഗ് ലൈഫാണ്. ഈ 1 വയസ്സുള്ള കൊച്ചിനെ പിടിച്ചുകൊണ്ട് നിങ്ങൾ പള്ളിയിൽ കൊണ്ടിരുത്തിയാൽ എങ്ങനെയിരിക്കും? കണ്ടിട്ടുണ്ടോ? അവർ കടന്ന് ഓടി ഭയങ്കര ആരാധനയും ബൈബിൾ വായനയൊക്കെ, കൊച്ചു കടന്ന് ഭയങ്കര ബഹളം.
കൊച്ചു കിടന്ന് ഭയങ്കര കാറിച്ചയും കൂച്ചയും ബഹളമാണ്. കാര്യം എന്താ, കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു കളിപ്പാട്ടമൊക്കെ കൊടുത്ത് അതിനിഷ്ടമുള്ള അതിന് ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നില്ല. ഇതുപോലെയാണ് പലപ്പോഴും നമ്മുടെ ആത്മമനുഷ്യൻ വളരുന്നില്ല. ബ്രദറെ, ഞാൻ വിശ്വാസം വന്നിട്ട് ബ്രദറെ ഇപ്പം 40-ാം വർഷത്തെ കേക്ക് മുറിക്കാൻ വേണ്ടി പോവുക, കാര്യമൊന്നുമില്ല. ദൈവത്തിൽ നിന്ന് വല്ലതും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഒന്നുമില്ല ബ്രദറെ. ഞാനിപ്പോഴും കുറേ ബ്രദർമാരുടെ ഫോൺ നമ്പർ മേടിച്ച് അവർക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക, കർത്താവ് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ, ദൈവം എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ. ഞാൻ പറഞ്ഞു, നിങ്ങൾ വളർന്നിട്ടില്ല, ഇത് അപകടമാണ്. വളരാത്ത നിങ്ങളെ പിശാചിന് എന്ത് ചെയ്യാൻ പറ്റും? വേഗത്തിൽ കരസ്ഥമാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ദൈവഹിതം പ്രാർത്ഥിക്കുക. നിങ്ങൾ തന്നെ പഠിക്കണം ദൈവഹിതം ഇന്നെന്ന് അറിയാൻ വേണ്ടി. ദൈവഹിതം ഇപ്പോഴും ചോദിക്കുമ്പോൾ ഓർത്തോണം, നിങ്ങൾ വളർന്നിട്ടില്ലെങ്കിൽ പിന്നെ സാത്താൻ ബ്രദറെ എന്നെ പിടിച്ചു ബ്രദറെ, സാത്താൻ എന്നെ തോണ്ടി ബ്രദറെ എന്നോട്ടൊന്നും കാര്യമൊന്നുമില്ല. നമ്മളാണ് ബലം പ്രാപിക്കേണ്ടത്. അപ്പോൾ ശക്തിയോടെ ബലപ്പെടണം. ശക്തിയോടെ നിങ്ങൾ എന്ത് ചെയ്യണം? പൗലോസ്ലീഹ പറയാം, ബലപ്പെടേണ്ടതിന്. അപ്പോൾ ബലപ്പെടണം, വളരണം. ഇതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് നിങ്ങൾ ഈ മെനക്കെട്ടിരുന്ന പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. ഞാൻ ഈ 500 പേരോളം ഇന്ന് ഈ സുവിശേഷം കേൾക്കാൻ വേണ്ടി എല്ലാ ദിവസവും മുടങ്ങാതെ ഇന്ത്യൻ സമയത്തിലും അമേരിക്കൻ സമയത്തും പല രാജ്യത്തിൻ്റെ സമയത്തും ഒക്കെ മെനക്കെട്ടിരുന്ന് കേൾക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ അകത്ത് വലിയൊരു ദാഹവും വിശപ്പും ഉണ്ട്. വയറ് നിറച്ചാൽ ഗുണം പറയാം. പിന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും, വേഗത്തിൽ സെറ്റിൽമെൻറ്റ് നടക്കും. ഈ വളർച്ചയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയാവോ? ഈ അകത്ത മനുഷ്യന് ബലമില്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയെ അത് ബാധിക്കും, നിങ്ങളുടെ വിശ്വാസത്തെ അത് ബാധിക്കും, നിങ്ങളുടെ സ്പിരിച്വൽ വാർഫെയറിനെ അത് ബാധിക്കും. ഇതെല്ലാം ബാധകമാണ്. ഇത് ബലപ്പെട്ടാൽ നിങ്ങളുടെ ജീവിതം, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ള സാധ്യതകളെ തുറക്കുന്ന വ്യക്തിയായി മാറും നിങ്ങൾ. ഞാൻ വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് മുന്നോട്ട് ഈ വചനം കൂടെ ധ്യാനിക്കാൻ അവസരം കിട്ടിയാൽ ഇത് എങ്ങനെയാണ് നമ്മളിലേക്ക് എക്സ്പീരിയൻസ്ഡ് ആകുന്നുള്ളതിൻ്റെ ചില കാര്യങ്ങളെ കൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ആമേൻ. അപ്പോൾ ഈ ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന്, നിങ്ങൾ വചനം ഭക്ഷിക്കണം. എങ്ങനെയാണ് വചനം ഭക്ഷിക്കുന്നത് പറഞ്ഞിട്ട് ഒന്നുകൂടെ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകണം. എങ്ങനെയാണ് വചനം ഭക്ഷിക്കുന്നത്? ഒന്ന് തുടക്കത്തിൽ പറഞ്ഞു തന്നേ. ഒരാളൊന്ന് പറഞ്ഞു, എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു തന്നിരുന്നല്ലോ വചനം ഭക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന്. അവിടെ നമുക്ക് ബാക്കി തുടങ്ങാം, ഓർമ്മയുണ്ടെങ്കിൽ. ഭക്ഷണം ചവച്ചടിക്കുന്നത് നിങ്ങൾ ഇനി ശ്രദ്ധിച്ചോ, ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. അതായത് ഒന്ന് കണ്ണടച്ച്, എല്ലാവരും ഒന്ന് കണ്ണടച്ച് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ആത്മമനുഷ്യനെ ബലപ്പെടുത്തുന്നത്. ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കേൾക്കുന്നതും ഭക്ഷിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും കണ്ണടച്ച് എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. അറിയാവുന്ന വചനമാണ്, യഹോവ എൻ്റെ ഇടയൻ ആകുന്നു. ഒന്ന് പയ്യെ ശ്രദ്ധിച്ച് പറഞ്ഞ്, യഹോവ എൻ്റെ ഇടയൻ. ഇത് പറയുമ്പോൾ ഒരു ഇടയൻ്റെ ചിത്രം മനസ്സിലേക്ക് വന്നേ. ഇടയൻ ഇങ്ങനെ ആടുകളെ കൊണ്ടുപോകുന്ന ഒരു ചിത്രം കണ്ടേ. അല്ല വേണ്ട, നമ്മുടെ വീട്ടിലൊക്കെ ആടും പശുവൊക്കെ ഉണ്ടെങ്കിൽ അതിന് തീറ്റ കൊടുക്കുന്ന ഒരു അവിടുത്തെ ഉടമസ്ഥനെ ഒന്ന് ചിന്തിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞ്, യഹോവ എൻ്റെ ഇടയൻ ആകുന്നു. അപ്പോൾ ഇടയൻ ആട്, യഹോവ ഇടയൻ, ഞാൻ ആട്. ആടിനും ഇടയനും തമ്മിൽ എന്തൊക്കെയുണ്ട്? ആടുകൾക്ക് വെള്ളവും, അടുത്ത വാക്യത്തിൽ പറഞ്ഞത് പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് അവൻ എന്നെ കിടത്തും, സ്വസ്ഥതയുള്ള വെള്ളത്തിനിലേക്ക് എന്നെ കിടത്തും. അപ്പോൾ പച്ചപ്പുള്ള ആ സ്ഥലത്തേക്ക് ഇടയൻ കൊണ്ടുവന്ന് അവരെ തീറ്റ കൊടുക്കുന്നു. അപ്പം അതിൻ്റെ അർത്ഥം, യഹോവ എന്നെ ഇടയനുള്ളത് കൊണ്ട് എനിക്ക് ഒന്നിനും കുറവത്തില്ല. അയ്യോ, അപ്പോൾ പറയുന്ന ബ്രദറെ, എൻ്റെ ജീവിതത്തിൽ എന്തോരം വിഷയങ്ങളും പ്രശ്നങ്ങളും ഉടനെ പറയണം. യഹോവ എൻ്റെ ഇടയനായതുകൊണ്ട് എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. ഇതിങ്ങനെ കൊടുത്ത് നിങ്ങളുടെ അകത്ത മനുഷ്യനെ ബലപ്പെടുത്തുമ്പോൾ ഈ മനുഷ്യൻ പരിശുദ്ധാത്മാവോട് പറയും, പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്ക് ഇടയൻ്റെ കയ്യിൽ നിന്നും എന്തൊക്കെ നന്മയുണ്ടോ അതൊക്കെ എന്ത് ചെയ്യുന്നറിയാവോ? നിങ്ങളുടെ അകത്ത മനുഷ്യൻ ഈ വചനം കേട്ട് പുള്ളി വളർന്നിട്ട് പരിശുദ്ധാത്മാവോട് സംസാരിക്കും. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, യഹോവ എന്ന ഇടയനിൽ എന്തെല്ലാം ഉണ്ടോ അത് നിങ്ങളുടെ ആത്മാവിൽ കൈമാറും. എന്നിട്ട് ഈ ആത്മാവിൽ കൈമാറിയിട്ട് ആത്മാവിൻ്റെ അകത്ത് വന്ന അനുഗ്രഹത്തെ നിങ്ങളുടെ നാവിലൂടെ, വിശ്വാസത്തിലൂടെ അതിനെ അത്ഭുതമാക്കി മാറ്റുവാൻ കഴിവുള്ള ആളാണ് അകത്ത മനുഷ്യൻ. പക്ഷെ എന്താ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയാവോ? യഹോവൻ്റെ ഇടയനാ, നിനക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല, ആമേൻ, ആലേലിയും ഒക്കെ പറഞ്ഞ് നമ്മൾ കൈയൊക്കെ അടിച്ച് സ്വോത്രം പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരും.
അവിടെ ഇരുന്ന് അയവിറക്ക് കുറച്ചു നേരം വചനം ഒന്നിങ്ങനെ അയവിറക്കി യഹോവ ഇടയനാകുന്നു, 3 നേരം ഒന്നിനും കുറവില്ലാതെ തീറ്റ തരും, ആഹാരം തരും. അപ്പം ഇവിടെ ആഹാരമാണെങ്കിൽ എനിക്ക് ഒരു കുറവുമില്ലാതെ എൻ്റെ ഇടയൻ എന്നെ നടത്തും എന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്ന ആളാണ് അകത്ത മനുഷ്യൻ. എന്നിട്ട് അന്യഭാഷയുടെ പ്രത്യേകത എന്തുവാ? ഇനി അന്യഭാഷ പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ പക്ഷേ 2 കാര്യം വേണം, വെള്ളവും വേണം, ആഹാരവും വേണം. നിങ്ങൾ വയർ നിറച്ച് 2 പ്ലേറ്റ് ചോറ് കഴിച്ചെന്ന് വിചാരിച്ചു വെള്ളം കുടിക്കാതെ എന്നാ സംഭവിക്കും? തൊണ്ടയിൽ കുടുങ്ങി നമ്മൾ ചത്തുപോലെ പോകാൻ സാധ്യതയുണ്ട്. അന്യഭാഷ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കഴിക്കുന്ന ആഹാരം വെള്ളവും തമ്മിൽ ഡൈല്യൂട്ട് ചെയ്യുന്നത് പോലെ, ദഹനത്തിന് നമ്മളെ സഹായിക്കുന്നത് പോലെ അന്യഭാഷയിൽ പറയുമ്പോൾ നിങ്ങളുടെ അകത്ത മനുഷ്യൻ പിന്നെയും വളരും. അപ്പോൾ വചനമെന്ന ആഹാരവും അന്യഭാഷയും കൂടെ നമ്മൾ ഒരുമിച്ച് ചെല്ലുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ ആകത്ത മനുഷ്യൻ്റെ വളർച്ചയുണ്ടാകും. ഇത് സംസാരിക്കാനും കേൾക്കുവാനും ഒക്കെയുള്ള വളർച്ചയിലേക്ക് കയറി വരും. അപ്പോൾ എന്താ സംഭവിക്കുന്നറിയാവോ? നിങ്ങൾക്ക് ദർശനങ്ങളെ കാണാം. നിങ്ങൾക്ക് 2025 ഡിസംബർ മാസത്തിൽ എന്ത് സംഭവിക്കുവാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് വെളിപ്പെട്ടു വരും. അതിനെ വചനമെന്ന വാളുകൊണ്ട് വെട്ടാനുള്ള കഴിവും കൃപയിലും ഉണ്ടാവും. ഇതൊക്കെ നിങ്ങളുടെ വളർച്ചയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും. ഇപ്പോൾ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? 1 വയസ്സുള്ള കൊച്ച് തൊട്ടിക്കിടക്കുന്നത് പോലെ 20 വയസ്സുള്ള വിശ്വാസി എന്ത് ചെയ്യുകയാണ്? തൊട്ടിക്കിടക്കുക. ആമേൻ. നമുക്ക് മുന്നോട്ടും കർത്താവ് അനുവദിച്ചാൽ പിന്നെയും നമുക്ക് ഈ വചനങ്ങളെ ധ്യാനിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ തൽക്കാലത്തേക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യുകയാണ്. മുന്നോട്ട് കേൾക്കുവാൻ ആഗ്രഹം ഉണ്ടോ നിങ്ങൾക്ക്? ആമേൻ. തീർച്ചയായിട്ടും നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് എന്നെ ഒന്ന് ഓർപ്പിച്ചോണം, മകത്ത മനുഷ്യനെ ബലപ്പെടുത്തണം. അപ്പോൾ ഈ ദിവസങ്ങളിൽ നല്ലൊന്നാന്തരം ആഹാരം കഴിക്കാൻ തയ്യാറായിക്കോണം. അപ്പോൾ ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. ചിലരുണ്ട്, എനിക്ക് എല്ലാ ദിവസവും ഇങ്ങനെ ഒരേ പ്രാർത്ഥന വിഷയം അയക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അപ്പം തന്നെ അറിയും ഇവർ പ്രാർത്ഥന കയറുന്നില്ല. കൂട്ടത്തിലൊരു വാചകം അയക്കും, ബ്രദറെ ഞാൻ ബ്രദറിൻ്റെ വചനങ്ങളെ യൂട്യൂബിൽ ഇങ്ങനെ കേൾക്കാറുണ്ട് ബ്രദറെ. അപ്പം തന്നെ എനിക്ക് മനസ്സിലാവും വല്ലപ്പോഴും വർഷത്തിലൊരിക്കൽ കേൾക്കുന്ന ആൾക്കാരാണ്. കാര്യം എനിക്ക് ആ ട്യൂണ് വരുമ്പോൾ അറിയാം ഇവരുടെ പ്രാർത്ഥനയുടെ ഒരു ട്യൂണ് വളർച്ച വന്നിട്ടുണ്ടോ, ജീവിതത്തിൽ കയറി വന്നിട്ടുണ്ടോ എന്ന് ആ വളർച്ചയുടെ ഘട്ടം സംസാരിക്കുമ്പോൾ അറിയാൻ പറ്റും. ആത്മമനുഷ്യൻ ബലപ്പെട്ട വ്യക്തിയുടെ പ്രാർത്ഥന, വിശ്വാസം, വർത്തമാനങ്ങൾ, അവൻ്റെ ജീവിത അന്തരീക്ഷം. ഞാൻ പറഞ്ഞു, ദൈവത്തെ വിളിക്കുന്നവനാണോ ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ അലയും. ദൈവത്തെ വിളിക്കുന്നവന് ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല. കൊറോണ വന്നാലും പുതിയ വൈറസ് വന്നാലും ലോകത്തിൽ ഇനി ഭൂചലനം വന്നാലും ഇടിവെട്ടി മഴ വെട്ടി ആകാശം തലയെ കുത്തി വീണാലും ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ദൈവത്തെ വിളിക്കുന്നവന് ഒരു നന്മയ്ക്ക് എപ്പോഴും പറയണം, ഇനി എന്നാ ക്ഷാമം വന്നാലും എന്നാ പെരുവെള്ളം വന്നാലും ഇനി എന്നാ വെല്ലു വന്നാലും ഒരനർത്ഥവും എനിക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും എൻ്റെ കൂടാരത്തിൽ വരത്തില്ല. അപ്പം ഇങ്ങനെ വളർച്ച പ്രാപിച്ചവനെ ഇങ്ങനെ വിശ്വസിക്കുവാനും ബലപ്പെടാനും കഴിയത്തുള്ളൂ. അപ്പോൾ ഈ വളർച്ചയുടെ ഓരോ ഘട്ടത്തെപ്പറ്റി പറഞ്ഞു. വരും ദിവസങ്ങളിൽ നമുക്ക് പഠിക്കാം. അപ്പം അന്യഭാഷാ പ്രാർത്ഥനകളൊക്കെ ഒന്ന് വളർത്തിക്കേ, നല്ലപോലെ ആഹാരം കഴിച്ച്. ബ്രദറെ ഞാൻ വചനമൊക്കെ പറയുന്നുണ്ടപ്പാ, ഇങ്ങനെ അങ്ങനെയല്ല. 3 നേരം ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ, ഇനി ഞാൻ ഉദാഹരണം പറയാം, ആഹാരം കഴിക്കുന്ന ഒരു 5 മിനിറ്റ് മുമ്പ് കുറച്ച് നേരം വചനം പറയണേ. ഇത് നല്ലൊരു റൊട്ടീനായിട്ട് അങ്ങനെ പൊക്കി. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാവേ. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച്, കർത്താവെ അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പാ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാഗത്ത മനുഷ്യൻ എന്ന് ബലപ്പെടുക. ആ പ്രതിസന്ധികൾ, ആ തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ വിട്ട് മാറിപ്പോവുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ മഹത്വം. ഈ ഫേബ എന്ന് പറയുന്ന മകളുള്ള ആരെങ്കിലും എൻ്റെ ഈ പ്രാർത്ഥനയെ കയറുന്നുണ്ടോ? ഫേബ എന്ന് പറയുന്ന മകളുള്ള കർത്താവ് ഇന്ന് ആ വ്യക്തിയെ തൊടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ ഭാവിക്ക് തടസ്സമായി നിന്നതിനെ ഫേബയുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായി തന്നെ പ്രവർത്തിക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ ഇന്ന് ആ കുടുംബം ഏറ്റെടുത്തോണം. കർത്താവ് ഇന്ന് വലിയ പ്രവൃത്തി ഇന്ന് ചെയ്യുവാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച് ഞാൻ ആ കുടുംബത്തെ ഇന്ന് ബ്ലസ് ചെയ്യുന്നു. വലിയ പ്രവൃത്തികളാൽ കർത്താവ് നിറയ്ക്കുന്നല്ലോ, വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നല്ലോ. എന്നാൽ അതോടൊപ്പം തന്നെ ഞാനൊരു ഭവനത്തെ കാണിക്കണം. കയറി വരുന്ന സ്ഥലം തന്നെ കൈതച്ചക്കയുടെ ഈ
ചെടികൾ ഇങ്ങനെ വീടിൻ്റെ മുൻവശത്തോട്ട് കയറി വരുമ്പോൾ തന്നെ ഒരു നിര പോലെ വളർന്നു നിൽക്കുന്ന ഒരു ഭവനത്തിൻ്റെ മുൻവശം കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ കുടുംബത്തെ നോക്കിയിട്ട് കർത്താവ് പറയുകയാണ്, ഞാൻ ഇങ്ങനെ ഒരു വ്യക്തി ഒരു കുടുംബത്തിൻ്റെ അകത്ത് 3 തലമുറകളായിട്ട് 3 പിതാക്കന്മാരുടെ കാലഘട്ടത്തിൻ്റെ അകത്തായിട്ട് ഞാൻ കാണുന്ന ഒരു കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശൂന്യമായ കരങ്ങളുമായിട്ടിരിക്കുന്ന ഒരു കുടുംബത്തെ ഞാൻ കാണുന്നത്. എനിക്കിങ്ങനെ കാണുന്ന 3 ജനറേഷൻ്റെ പുറകോട്ട് അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് ഒരു ഒരു വ്യക്തിയിൽ നിന്നും തുടങ്ങിയ നഷ്ടം പിന്നീട് കുടുംബക്കാരുടെ മുഴുവൻ ജീവിതത്തിലേക്ക് അത് വെളിപ്പെട്ടു. എന്നാൽ ഇപ്പോൾ വന്ന് നിൽക്കുന്നത് വലിയൊരു പ്രതിസന്ധിയിലാണ്. എന്നാൽ കർത്താവ് പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ നിന്ന് വിശ്വസിച്ചു, ഇന്നൊരു അത്ഭുതത്തിൻ്റെ ദിവസമായിട്ട് കർത്താവ് മാറ്റാൻ വേണ്ടി പോവാണ്. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, യേശുവിൻ്റെ നാമത്തിൽ സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ നേറ്റെടുത്തോണം. കർത്താവ് ഇന്നൊരു അത്ഭുതകരമായ സാക്ഷ്യത്തെ സ്വർഗത്തിലെ ദൈവം ഒരുക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവ് ഞങ്ങളുടെ വലിയ മഹത്വത്തെ കർത്താവ് തുറക്കുന്നല്ലോ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ പൂജ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ആ കുടുംബത്തെ കർത്താവ് സ്പർശിക്കുകയാണ്. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, അത് വിളിപ്പേരാണോ ഒഫീഷ്യലാണെന്ന് എനിക്കറിയത്തില്ല, ഒഫീഷ്യലായിട്ട് ഉള്ള പേരെനിക്കറിയത്തില്ല, പക്ഷേ അങ്ങനെ ഒരു വിളിപ്പേരാണ് ഞാൻ ആ കുടുംബത്തിൽ കേൾക്കുന്നത്. ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് പൂജ എന്നാണ് പറഞ്ഞത്. ഒരു പ്രാർത്ഥന വിഷയം പൂജ എന്ന് പറഞ്ഞാൽ മോളുടെ ജീവിതത്തില് ഹസ്ബൻഡും മോളും കൂടെ പിണങ്ങി നിൽക്കുക, ഒന്ന് പ്രാർത്ഥിക്കണേന്നൊരു കൊച്ചു വിളിച്ചിട്ട് മുമ്പേ. ഈ പിണങ്ങി നിൽക്കുന്ന ആളുടെ പേരാണോ പൂജ എന്ന് പറയുന്നത്? ആ മോളുടെ പേരാ പൂജ. എന്റെ ഹസ്ബൻഡിന് വേറെ എന്തോ ഒരു അഫെയർ ഉണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. കർത്താവ് ഇന്ന് കുരുക്കുകളെ, ആ ദൈവഹിതമില്ലാത്ത ബന്ധങ്ങളെ ഒക്കെയും പൊട്ടിച്ച് ദൈവ അത്ഭുത സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കർത്താവ് ഞങ്ങളെ കുടുംബത്തെ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവ് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് ദൈവം ചെയ്യാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഞാനിന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവ് ഞങ്ങളുടെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലോ അപ്പ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് ഇന്ന് ചെയ്യുന്നല്ലോ അപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവെ കർത്താവെ, ഇന്ന് എല്ലാവരും എൻ്റെ കൂടെ എന്ന് പ്രാർത്ഥിച്ച് ഇന്ന് നിങ്ങളുടെ അകത്ത മനുഷ്യരിലേക്ക് വലിയൊരു പകർച്ച ഈ ദിവസങ്ങളിൽ വളർന്നിട്ട് ഒരാമേൻ പറഞ്ഞാൽ മതി. അത്ഭുതമാണ്. കരഞ്ഞ് പ്രാർത്ഥിച്ച പല വിഷയങ്ങളും അകത്ത മനുഷ്യൻ ഇപ്പോഴും കുഞ്ഞായി കിടക്കും. അതുകൊണ്ടാണ് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. കരഞ്ഞ് നമ്മളിപ്പോൾ അങ്ങ് തളരുക. ഒന്ന് ബലപ്പെട്ടെ, ഒരു മെച്യൂരിറ്റി ഉള്ള ഒരാളെ പോലെ ഒന്ന് ബിഹേവ് ചെയ്യുന്ന ഒരു ആത്മമനുഷ്യനായിട്ട് നമുക്ക് വളരാം. ശക്തനായ ഒരു ആത്മമനുഷ്യനായിട്ട് നമുക്കൊന്ന് മാറാം. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ എൻ്റെ കർത്താവ് എന്നെ മഹിമ എന്ന് പറയുന്ന ഒരു മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് എന്നെ കാണിക്കുകയാണ്. മഹിമ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക്, ഒരു കുടുംബത്തിന് വേണ്ടി, ആ വ്യക്തിയുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പോൾ മഹിമേനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ആ കുടുംബത്തെ അനുഗ്രഹിച്ച് ഇന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ആ കുടുംബത്തിൻ്റെ കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതിരുകളെ വിസ്താരമാക്കുവാൻ പോകുന്നു എന്നൊരു വാക്ക് കർത്താവ് എന്നെ കേൾപ്പിക്കുകയാണ്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ അങ്ങ് ഇടപെടുന്നല്ലോ. ആഴമായ കർത്താവ് കുടുംബത്തെ തൊടുന്നല്ലോ. ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നപ്പോൾ തടസ്സങ്ങൾ വിട്ടുമാറി ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഉണ്ടായി വരട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പോൾ ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച് യേശുവിൻ്റെ തിരുമുറിവിനാൽ ഇന്ന് ദിവ്യാരോഗ്യവും ദീർഘായുസ്സും കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ സമയത്ത് കരം എടുത്ത് വെച്ച് എന്നിട്ട് യേശുവിൻ്റെ നാമത്തിലൊന്ന് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ അത്ഭുതം എന്നവിടെ തൊടുകയാണ്. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിലെന്ന് പ്രാർത്ഥിച്ച് റിലീസ് ചെയ്യുന്നപ്പോൾ ആമേൻ. കർത്താവിൻ്റെ അത്ഭുതത്തെ ഞങ്ങൾ റിലീസ് ചെയ്യുന്നപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞാനൊരു പേര് കർത്താവിനെ വെളിപ്പെടുത്തുവാണ്. ഒരു ജോമോൻ എന്ന് പറയുന്ന ഒരു പേര് കർത്താവ് വെളിപ്പെടുത്തുവാണ്. ഈ ജോമോൻ എന്ന് പറയുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് ജോയി എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയുടെ കർത്താവ് എന്നെ കാണിക്കുന്നുണ്ട്. ഇത് രണ്ടും ഉള്ള കുടുംബവുമാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ഈ അടയാളം ശ്രദ്ധിച്ചോണം. ജോമോൻ മാത്രമല്ല, ജോയി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ, കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്. പറഞ്ഞു. എന്റെ മൂത്ത ആങ്ങളെ ജോയിയാണ്. ജോയി ചേട്ടൻ മരിച്ചു. ചേട്ടന്റെ മോൻ ജോമോനാണ്. അവൻ കാനഡയിലാണ്. അതായത് ഈ ജോയി എന്ന് പറയുന്ന വ്യക്തി ഇപ്പം മരിച്ചുപോയി. ആ വ്യക്തിയുടെ മോനാണ് ജോമോൻ. അതായത് രണ്ടുപേരുള്ള ഭവനം അത്, അല്ലേ? ഓക്കെ. എന്നാൽ മകന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോണം. പ്രത്യേകിച്ച് ജോമോന് വേണ്ടി പ്രാർത്ഥിച്ചോണം. കർത്താവ് ഇന്ന് ആ കുടുംബത്തെ തൊടുകയാണ്. വലിയൊരു അനർത്ഥം കർത്താവ് ഇന്ന് ആ കുടുംബത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി പോവാണ്.
കർത്താവ് ഇന്ന് ജോയ്ക്ക് സംഭവിക്കാതിരിപ്പാൻ തക്കോണം ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അനർത്ഥം വിട്ടൊഴിയട്ടെ, അത്ഭുതം അവിടെ സംഭവിക്കട്ടെ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഞാൻ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ശ്യാം എന്ന് പറയുന്ന ഒരു മകനെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തിക്ക് വേണ്ടി, ഈ ശ്യാം എന്ന് പറയുന്ന വ്യക്തിക്ക് ആ കുടുംബത്തിൽ തന്നെ ഞാൻ കാണുന്നു. എന്റെ മോന അവൻ മൊബൈൽ അഡിക്ഷൻ ഇല്ല, പഠിക്കുന്നില്ല. അത് ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് അവൻ്റെ അത്ഭുതമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഞങ്ങൾ ശ്യാമിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി ശ്യാമിൻ്റെ മേൽ സംഭവിക്കുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നല്ലോ കർത്താവ്. ഇന്ന് ഞങ്ങൾ കേട്ടതുപോലെ തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തി. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ദൈവാത്മാവ് ഒരു വ്യക്തിയെ തൊടുന്നതായിട്ട് കർത്താവ് പറയുകയാണ്. ഇന്ന് ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി ശരീരത്തിൻ്റെ മേൽ, ആത്മാവിൻ്റെ മേൽ സംഭവിക്കണം. കർത്താവ് എന്നെ അജിമോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇന്ന് തൊടുകയാണ്. അജിമോനെ ദൈവം സ്പർശിക്കുന്നു. യേശുവിൻ്റെ, അത് ഒഫീഷ്യൽ നെയിമാണ്, വിളിപ്പേരെനിക്ക് അറിയത്തില്ല, പക്ഷേ അജിമോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇന്ന് തൊടുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധർ. അത് അജിമോൻ എന്ന് പറയുന്നത് പേര് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കർത്താവ് തൊടുകയാണ്. ഇന്ന് ആ ശരീരത്തിൻ്റെ മേലേക്ക് വലിയൊരു വിടുതൽ കർത്താവ് ചെയ്യുന്ന ആള് മാറിയവനെ പോലെ ആകാൻ വേണ്ടി പോവാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ആള് മാറിയവനെ പോലെ കർത്താവ് തീർക്കാൻ വേണ്ടി പോയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മ. ഞാനൊരു വീടിൻ്റെ മുൻവശത്ത് കർത്താവ് എന്നെ കാണിക്കണം. ആ വീടിൻ്റെ മുൻവശത്തായിട്ട് ഈ വയലറ്റ് കളറിലെ ഒരു പൂ നിൽക്കുന്ന, വയലറ്റ് കളറുള്ള ഒരു പൂ നിൽക്കുന്ന, വീടിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നാൽ നേരെ കാണാൻ പറ്റും ഈ വയലറ്റ് കളറിലെ ഒരു പൂ നിൽക്കുന്ന ഒരു ഭവനം കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഞാൻ ആ വയലറ്റ് കളറിലെ ചെടി അവിടെ ആ ഒരു പൂ നിൽക്കുന്ന ആ ഒരു സ്പോട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് ആ സ്ഥലം നിൽക്കുന്ന, ഈ കാണുന്ന പൂ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഒരു ഭവനത്തെയും കർത്താവ് തൊടുന്നു. ആ ഓപ്പോസിറ്റ് കാണുമ്പോൾ തന്നെ കർത്താവ് എന്നെ കാണുന്നൊരു കാഴ്ച, ഒരു ഇച്ചിരി ശരീരമൊക്കെ ഉള്ളൊരു സഹോദരിയെ കർത്താവ്, ഒത്തിരി മെലിഞ്ഞതല്ല, ഇച്ചിരി ശരീരമുള്ള ഒരു സഹോദരിയെ കർത്താവ് എന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഈ പൂ നിൽക്കുന്ന നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഒരു വീട് കർത്താവ് എന്നെ എടുത്ത് കാണിക്കുകയാണ്. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ദൈവം നിങ്ങളുമായിട്ട് ഞാൻ കാണുന്നവരൊക്കെ സംസാരിക്കുകയും കർത്താവിൻ്റെ ഒരു പ്രവൃത്തി, പ്രത്യേകിച്ച് നന്മയുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ കൈമാറുവാൻ കർത്താവ് ആ കുടുംബത്തെ ഉപയോഗിക്കാൻ വേണ്ടി പോവാണ്. ഒന്ന് ശ്രദ്ധിക്കുക, ഈ അടയാളം നോക്കുക, എന്നിട്ട് യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. കർത്താവ് ഇന്ന് ആ കുടുംബത്തെ തൊടുവാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ഈ വ്യക്തി എന്നെ കേൾക്കുന്നുവെങ്കിൽ പുറത്തിറങ്ങി ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് കൈനീട്ടി പറഞ്ഞാട്ടെ. കർത്താവിൻ്റെ അത്ഭുതം ഇന്ന് അവിടെ സംഭവിക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ അതിനെ ഉറപ്പിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുതം ഇന്ന് അവിടെ സംഭവിക്കുന്നല്ലോ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി അവിടെ വെളിപ്പെടുന്നല്ലോ. പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു. ബ്രദർ, എന്റെ അയലക്കത്തെ വീട്ടില് അതുമാതിരി ഒരു വയലറ്റ് കളറുള്ള ചെടിയുണ്ട്. അതിന്റെ ഓപ്പോസിറ്റ് ഉള്ളൊരു അങ്ങനെ ഒരു വീടും ഉണ്ട്. അവിടെ ആ പുള്ളിക്കാരന്റെ കാല് പാടില്ലാണ്ട് കാലൊടിഞ്ഞ് ഇങ്ങനെ നടക്കാൻ ബുദ്ധിമുട്ടായിട്ട് കിടക്കുന്ന ഒരു വീടാണ്. കാല് ഒടിഞ്ഞതാണോ, കാലില് ബുദ്ധിമുട്ടായിട്ട് കിടക്കുന്നതാണോ? ആക്സിഡന്റ് വന്ന് കാല് ഒടിഞ്ഞ് ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് കിടക്കാൻ കണ്ടിട്ട് 2-3 മാസമായി. ആ കുടുംബത്തിന് വേണ്ടി പറഞ്ഞു. ഞാനിപ്പോ പറഞ്ഞത് ഈ വയലറ്റ് കളറുള്ള എന്റെ വീട്ടിൽ ഇറങ്ങുമ്പോ ഡോറ് തുറന്നാൽ ഉടനെ ഒരു വൈറ്റും കൂടെ ഉള്ള ഓർക്കിഡാണുള്ളത്. ഞങ്ങളുടെ വീടിന്റെ തൊട്ട് ഓപ്പോസിറ്റ് നല്ല അത്യാവശ്യം തടിയുള്ള ഒരു ചേച്ചിയാണ് താമസിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ ഈ സഹോദരിയുടെ വീടിന്റെ മുമ്പിലാണോ ഈ ചെടി ഉള്ളത്, അതോ ഈ വീടിന്റെ മുമ്പിലുള്ള ചെടി? എന്റെ വീടിന്റെ അല്ല, എന്റെ വീടിന്റെ അയൽക്കത്തെ വീടിന് മുമ്പിൽ ഈ ചെടി അല്ല സിസ്റ്ററെ, എന്റെ വീടിന്റെ മുമ്പിലാണ്. സിസ്റ്ററുടെ വീടിന്റെ ഓക്കെ, സിസ്റ്ററുടെ വീടിന്റെ മുമ്പിൽ, അതായത് ഞാൻ വീടിന്റെ മുമ്പിൽ, അതായത് വീടിന്റെ പുറത്തിറങ്ങിയാൽ കാണാൻ പറ്റുന്ന ഈ ചെടിയാണ് ഞാനും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുന്നോ അത് കർത്താവിന്റെ കൃപയാൽ നമ്മുടെ മനുഷ്യന് കാണാൻ പറ്റും ഒരേ സമയം. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് വീട്ടിൽ ഞാൻ ഈ പറഞ്ഞ അടയാളമുള്ള സഹോദരിയാണോ ഉള്ളത്?
ഉണ്ട് ഉണ്ട് ബ്രദറെ നല്ല ഉണ്ട് അത്യാവശ്യം ഉണ്ട്. എന്നാൽ കഴിഞ്ഞ യേശുവിൻ്റെ വർഷം ഞാൻ നാമത്തിൽ ഏറ്റെടുത്തോണം. കർത്താവ് ഇന്ന് ആ കുടുംബത്തെ തൊടാൻ വേണ്ടി പോകണം. അവർക്ക് വേണ്ടി ഇപ്പം തന്നെ പ്രാർത്ഥിച്ചോണം. വലിയൊരു നന്മയാക്കി ദൈവം മാറ്റാൻ വേണ്ടി പോകണം. നിങ്ങൾക്ക് ആ വ്യക്തി ഒരു നന്മയായിട്ട് മാറും. അപ്പോൾ ചിന്തിക്കും, ബ്രദറെ എനിക്കെങ്ങനെ ഒരു നന്മയാകും? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചിന്തിക്കാത്ത മേഖലയാണ് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇപ്പം നമ്മളാരും ഈ സൂം പ്രയറിൽ വന്ന് കൂടുമെന്ന് ആരും ചിന്തിച്ചതാണോ? അല്ല. നിങ്ങൾ ഈ സൂമിലേക്ക് വന്നത് ഏതെങ്കിലും ഒരു വ്യക്തി തന്നൊരു ലിങ്ക് അല്ലേ, എവിടുന്നോ വന്ന് കയറിയതല്ലേ നിങ്ങളാരും. അപ്പം നമ്മളാരും പ്രതീക്ഷിക്കാതെ അല്ലേ ഇവിടെ കയറി വന്നത്. അപ്പം ദൈവത്തിൻ്റെ പദ്ധതികൾ എപ്പോഴും വലിയ പദ്ധതികളാണ്. കർത്താവ് ഇന്ന് അത് തൊടുന്ന ദൈവമാണ്. ഞാൻ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ ഒരു വൈറ്റ് കളറിലെ കാറ് കർത്താവ് എന്നെ കാണിക്കുന്നു. വൈറ്റ് കളറിലെ കാർ ഒരു ഭവനത്തിൻ്റെ മുമ്പിലായിട്ട് അതിൻ്റെ അകത്ത് ഇസഡ് എന്ന് പറയുന്ന ഒരു അക്ഷരം ആ വണ്ടിയിലുണ്ട്. നമ്പർ പ്ലേറ്റിൽ ഇസഡ് എന്ന് പറയുന്ന ഒരക്ഷരമുള്ള ഇസഡ് എന്ന് പറഞ്ഞ അക്ഷരം ആ നമ്പർ പ്ലേറ്റെ കാണുന്ന ഒരു വീട്. ഞാനതാണ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വൈറ്റ് കളറിലെ കാറിൽ ഇസഡ് എന്നുള്ള നമ്പറിൽ ഇസഡ്, ആ നമ്പർ പ്ലേറ്റിൽ ഇസഡ് എന്ന അക്ഷരമുള്ള ഒരു കാറ് ഒരു ഭവനത്തിൻ്റെ മുമ്പിൽ കിടക്കുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഇന്ന് ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിന്, പ്രത്യേകിച്ച് ആ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിനൊരു വാക്ക് പറയുന്നു. ഇന്ന് ആ വാഹനം ചിലയിടങ്ങളിൽ ഓടിച്ചെല്ലാൻ വേണ്ടി പോവാണ്. നിങ്ങൾക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി ചില സ്ഥലങ്ങളിലേക്ക് ആ വാഹനം ഓടിച്ച് നിങ്ങൾ പോകാൻ വേണ്ടി പോകണം. കർത്താവ് എന്നെ ഒരു അടയാളം ഇന്നെന്നെ കാണിച്ചു തരുന്നു. അതിനകത്ത് ഈ റെഡ് കളറിലെ ഒരു ചരട് കൊണ്ട് എന്തോ ഒരു സംഭവം തൂക്കിയിട്ടിരിക്കുന്ന ഒരു കാഴ്ചയും കൂടെ ആ വാഹനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന ഒരു നന്മയിലേക്ക് നിങ്ങളെ ഈ കാറുമായി ബന്ധപ്പെട്ടൊരു യാത്ര, ആ യാത്ര നിമിത്തം ദൈവാത്മാവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സ്ഥലത്ത് കൊണ്ടുപോകും. അതൊരു വഴിത്തിരിവാക്കി ദൈവം മാറ്റാൻ വേണ്ടി പോകുന്നു എന്ന് കർത്താവ് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവ് ഞങ്ങളുടെ വലിയ മഹത്വം എന്ന് കർത്താവ് വെളിപ്പെടുത്തുന്നല്ലോ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അത് അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ കൃപ അവിടെ പെരുകുന്നല്ലോ. വലിയൊരു സാക്ഷ്യമാക്കി കർത്താവ് ഇന്നത് മാറ്റുന്നതിന് നന്ദി പറയുന്നപ്പോൾ ഇന്ന് ഞങ്ങളത് യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പോൾ അത് സ്വീകരിച്ചാട്ടെ. സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, അതങ്ങ് ഏറ്റെടുത്തു. കർത്താവിൻ്റെ നാമത്തിൽ ദൈവം അതൊരു അനുഗ്രഹമാക്കി മാറ്റുന്നു. ആമേൻ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു വ്യക്തിയെ കണ്ട് കാണിക്കുന്നു. ഈ വ്യക്തിക്കിനെ വിളിപ്പേരായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. പക്ഷേ കുട്ടായി എന്ന് വിളിക്കുന്ന ഒരു വിളിപ്പേര് ഞാൻ ആ വ്യക്തിയെ കാണുന്നു. ഞാൻ ഈ പറയുന്ന ആൾക്ക്, കുട്ടായി എന്ന് പറയുന്ന ഈ വിളിക്കുന്ന വ്യക്തിക്ക് ഒരു സഹോദരിയെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഈ ഞാൻ കാണുന്നൊരു കാഴ്ച, ഇവരുമായിട്ട് ബന്ധപ്പെട്ടൊരു സ്ഥലത്തിൻ്റെ വിഷയത്തിൽ ഇങ്ങനെ കുരുക്കി കിടക്കുന്നൊരു കാഴ്ച ഞാൻ കാണുകയാണ്. ഇന്ന് കർത്താവ് ആ കുരുക്ക് നീക്കി അതിൻ്റെ മേലേക്ക് ഒരു സാക്ഷ്യത്തെ സ്വർഗം തുറക്കാൻ വേണ്ടി പോവാണ്. ഇത് ഒഫീഷ്യൽ എനിക്കറിയത്തില്ല ഇങ്ങനത്തെ പേരുകൾ, പക്ഷേ വിളിക്കുന്ന പേര് ഞങ്ങൾ, ഈ വിളിക്കുന്ന ആൾക്കൊരു സഹോദരിയുണ്ട്. ഈ സഹോദരിയും ഈ വ്യക്തിയും തമ്മിൽ നിൽക്കുന്ന ഒരു സ്ഥലം ഞാൻ കാണുകയാണ്. പ്രത്യേകിച്ച് ആ സ്ഥലത്തിൻ്റെ അകത്ത് വലിയൊരു കുരുക്ക് പോലെ, ആ കുരുക്ക് നിമിത്തം ഉണ്ടായ ചില ഞെരുക്കങ്ങൾ, അത് നിമിത്തമുണ്ടായ ചില സാമ്പത്തിക മേഖലയ്ക്കകത്ത് പോലും എന്താ പറയുന്നത് വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ട് എത്തിക്കുന്ന ചില കാര്യങ്ങളെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഇന്ന് അതിൻ്റെ അകത്തുനിന്ന് മോചനം ഉണ്ടാകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവിൻ്റെ വലിയ അത്ഭുതത്തെ കർത്താവ് അവിടെ ചെയ്യുന്നല്ലോ. വലിയ പ്രവൃത്തിയെ കർത്താവ് അവിടെ തുറക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവേ അങ്ങ് തൊടുന്നല്ലോ. അപ്പം ഞാൻ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു വ്യക്തിയുടെ പേരിൻ്റെ ഏറ്റവും അവസാനമായിട്ട് മണി എന്ന് പറയുന്ന ഒരു പേര് ഇങ്ങനെ കർത്താവിനെ കാണിക്കും. ഒരു വ്യക്തിയുടെ പേരിൻ്റെ അവസാനം മണി എന്ന് പറഞ്ഞ് ഞാൻ കാണിക്കുവാണ്. ആ കുടുംബത്തെ ഞാൻ കാണുന്നൊരു കാഴ്ച, ഈ മണി എന്നുള്ള പേരിൻ്റെ കൂടെ തന്നെ കാണിക്കുന്നൊരു പേരാണ് ഞാൻ കാണുന്നത്. ഒറ്റയ്ക്ക് നിൽക്കുന്നതായിട്ടല്ല ഞാൻ കാണുന്നത്. ആ പേര് മറ്റൊരു പേരുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ആ കുടുംബത്തെ കർത്താവിനെ തൊടുകയാണ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്ന കുടുംബത്തിൻ്റെ അകത്തേക്ക് കർത്താവ് വലിയൊരു സമാധാനത്തെ, ഒരു വാക്കിങ്ങനെ പറയുകയാണ്, വലിയൊരു സ്വസ്ഥത കർത്താവ് വരുത്താൻ വേണ്ടി പോവാണ്. ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ വേണ്ടി പോവാണ്. ആരാന്ന് വെച്ചാൽ മൈക്ക് എല്ലാവരും മ്യൂട്ട് ചെയ്ത്, പറയാനുള്ളവരല്ലാതെ ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. ഇന്ന് വലിയൊരു സമാധാനത്തെ പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്? അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്തോണേ, അല്ലെങ്കിൽ എല്ലാവരും മ്യൂട്ട് ചെയ്ത്. പറയാനല്ലാത്തവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്യുക. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഞാനിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കർത്താവ് ഇന്ന് ആ കുടുംബത്തെ തൊടുകയാണ്. വലിയൊരു സ്വസ്ഥത,
വലിയൊരു സ്വസ്ഥതയെ കർത്താവ് അവിടെ ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന കർത്താവ്. ആമേൻ. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച് ഇപ്പോൾ തന്നെ എടുത്തു വെച്ചിട്ട് പറ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവ് എൻ്റെ രോഗത്തെ വഹിച്ചതാ, യേശുവിൻ്റെ രോഗത്തെ വഹിച്ചതാ, എനിക്ക് പുതിയ അവയവങ്ങളെ തരുവാനുള്ള വില യേശു കൊടുത്തതാ, എൻ്റെ ശരീരത്തിൽ രോഗത്തിന് പ്രവേശനമില്ല, എൻ്റെ സകല രോഗവും, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഏതെങ്കിലും രോഗമോ വേദനയോ ഉള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ സൗഖ്യമാണ്, ഇപ്പോൾ അത്ഭുതമാണ്. കൈയെടുത്ത് വെച്ച് യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് ഇതിന് ശേഷം പൂർണ്ണ സൗഖ്യമാണ് നമ്മുടെ അവകാശം. അല്പമല്ല, ആശ്വാസമല്ല, അത്ഭുതമാണ്. സൗഖ്യം എൻ്റെ അവകാശം. കുറച്ചു നേരം പറഞ്ഞുകൊണ്ടിരുന്നത് അത്ഭുതം എൻ്റെ അവകാശമാണ്, രോഗസൗഖ്യം എൻ്റെ അവകാശമാണ്. യേശു എനിക്ക് വേണ്ടി രോഗത്തെ വഹിച്ചു. യേശു ക്രിസ്തു മുറിവേറ്റത് കൊണ്ട് എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എനിക്ക് പുതിയ അവയവം വന്നിരിക്കുന്നു, പുതിയ പാൻക്രിയാസ് എനിക്ക് വന്നിരിക്കുന്നു, പുതിയ കിഡ്നി എനിക്ക് വന്നിരിക്കുന്നു, പുതിയ അവയവങ്ങൾ, പഴയതല്ല പുതിയത് 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 എനിക്ക് വന്നിരിക്കുന്നു. എൻ്റെ കാഴ്ച വർദ്ധിച്ചിരിക്കുന്നു, എൻ്റെ കേൾവി വർദ്ധിച്ചിരിക്കുന്നു. ഞാൻ വാർദ്ധക്യത്തിലോട്ട് പോയാലും എൻ്റെ വാർദ്ധക്യം, എൻ്റെ യൗവനം കഴുകനെ പുതുക്കം പ്രാപിക്കും. ഞാൻ വാർദ്ധക്യത്തിലും കഴുകനെ പോലെ യൗവനം പുതുക്കം പ്രാപിക്കും. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ അത്ഭുതം ഇന്ന് കർത്താവ് അവിടെ ചെയ്യുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന. കൈയെടുത്ത് വെച്ച് അവിടെ രോഗമുള്ള ഭാഗത്തോട്ട്, വേദനയുള്ള ഭാഗത്തോട്ട് കൈവച്ച് ഇന്ന് കർത്താവിൻ്റെ തിരുമുറിവിൽ അത്ഭുത വിടുതലാണ്, അത്ഭുത വിടുതലാണ്, അത്ഭുത വിടുതലാണ്. കർത്താവ്, ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പോൾ ദിവ്യാരോഗ്യവും ദീർഘായുസ്സും ഞങ്ങളുടെ അവകാശമാണ്. ദിവ്യാരോഗ്യവും ദീർഘായുസ്സും ഞങ്ങളുടെ അവകാശമാണ്. അത്ഭുത സൗഖ്യം, അത്ഭുത സൗഖ്യം ഇപ്പോൾ തന്നെ കൽപ്പിക്കുന്നു. അത്ഭുത വിടുതൽ കൽപ്പിക്കുന്നപ്പ അങ്ങ് തൊട്ട് സൗഖ്യമാക്കിയ കൃപയ്ക്ക് നന്ദിയപ്പ, സൗഖ്യമാക്കിയ കൃപയ്ക്ക് നന്ദിയപ്പ, അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദിയപ്പ. ഈ നിമിഷം തന്നെ ശരീരത്തിൻ്റെ മേൽ പ്രത്യക്ഷമായ സൗഖ്യത്തിൻ്റെ അടയാളം കർത്താവ് അങ്ങ് വെളിപ്പെടുത്തി നന്ദി പറയുന്നപ്പ. പ്രത്യക്ഷമായ സൗഖ്യത്തിൻ്റെ അടയാളം. ഇന്ന് രോഗികളായി ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഇത് കൈയെടുത്ത് വെച്ച് അത്ഭുത സൗഖ്യത്തിന് നന്ദി. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ സമയത്ത് ഏതെങ്കിലും പ്രശ്നത്തിൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഇന്ന് ഇത് കഴിയുമ്പോൾ നമ്മൾ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നില്ല, ഈ കൂട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾക്കായി നന്ദി കർത്താവേ. അസാധാരണമായ ദൈവപ്രവർത്തികൾ, നിങ്ങളുടെ ഏത് തടസ്സമായിക്കോട്ടെ അത് മാറുകയാണ്. എത്ര വലിയ പ്രശ്നമായിക്കോട്ടെ അത് മാറുകയാണ് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ. അത് എക്സാം ആയിക്കോട്ടെ, കുടുംബ വിഷയമായിക്കോട്ടെ, തലമുറ വിഷയമായിക്കോട്ടെ, രോഗവിഷയമായിക്കോട്ടെ, സാമ്പത്തിക വിഷയമായിക്കോട്ടെ, ഏത് വിഷയമായിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഒരുമിച്ച് ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ആ വിഷയത്തിൻ്റെ മേൽ അത്ഭുത സാക്ഷ്യത്തിന് നന്ദി. ഇപ്പോൾ ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ ദൈവം പ്രവർത്തിച്ചു കഴിഞ്ഞല്ലോ അപ്പാ. അങ്ങ് അത്ഭുതം ചെയ്ത് കഴിഞ്ഞല്ലോ കർത്താവേ. അങ്ങ് തൊട്ട് വിടുവിച്ചതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ സമയത്ത് ആർക്കെങ്കിലും ദൈവം ഇടപെട്ട ആലോചനകളോ സാക്ഷ്യങ്ങളോ ഉണ്ടെങ്കിൽ പറയാൻ പറ്റും. വേദന രോഗമോ ഉള്ളവരൊന്ന് ചെക്ക് ചെയ്ത് പൂർണ്ണ സൗഖ്യം ലഭിച്ചവർ മാത്രം കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് നിങ്ങൾക്ക് മാറ്റം വന്നെങ്കിൽ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് സൗഖ്യം ലഭിച്ചവർക്കും പറയാനുള്ള അവസരമുണ്ട്. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് പറയാം, പറഞ്ഞാട്ടെ. ഒരു മിനിറ്റ്, ഞാനിവിടെ മ്യൂട്ട് ഒന്ന് മാറ്റിക്കോട്ടെ. ഓക്കെ, ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഹലോ ബ്രദർ, പറഞ്ഞോ. നമ്മുടെ മോള് ജോയിന്റ് ചെയ്യാനുള്ള പേപ്പർ വന്നു. ഇന്നലെ പറയാമെന്നാണ് സാക്ഷ്യം. അപ്പോഴേക്കും സാക്ഷ്യം നാളെ പറഞ്ഞു നിർത്തിയില്ല. ഇന്നലെ ജോയിന്റ് ചെയ്തു ബ്രദർ. വലിയൊരു അനുഗ്രഹമാണ് തന്ന ദൈവം. 1.5 മാസം റിസൈൻ ചെയ്തിട്ടേ ഇപ്പൊ അത് പേപ്പർ വന്നിട്ടില്ല പറഞ്ഞ് ഒരുപാട് ടെൻഷനായിരുന്നു. ദൈവം പ്രവർത്തിച്ചതിന് ഒരുപാട് നന്ദി. പിന്നെ വേറെ ഒരു സാക്ഷ്യം പറയാനുണ്ട്. ഞാൻ പ്രാർത്ഥിച്ച വ്യക്തികള് പുഷ്പ, ഒരുപാട് സീരിയസ് ആയിരുന്നവരാണ്. പുഷ്പ, സുകുമാരൻ, അതേപോലെ സത്യഭാമ, അതേപോലെ ചന്ദ്രമോഹൻ, അവരെല്ലാം മരണത്തിന്റെ വക്കിൽ നിന്നവരാണെന്ന്. അവരെല്ലാവരും പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. അതിനെല്ലാം ദൈവത്തോട് നന്ദി പറഞ്ഞു. ബ്രദറിന്റെ കുടുംബത്തിന് നന്ദി പറഞ്ഞു. ആമേൻ. തീർച്ചയായിട്ടും ഗ്രേസ് പറഞ്ഞ പോലെ തന്നെ അവരെല്ലാം മരണത്തിന്റെ വക്കിൽ നിന്നവരവിടെ പലരും രോഗക്കിടക്കിൽ കടന്നവരായിരുന്നു. എന്നാൽ വചനം കേട്ട് അങ്ങോട്ട് ബലപ്പെട്ടിട്ട് രാവിലെ മുതലങ്ങ് ഇറങ്ങി ഗിരിജാസിസ്റ്റർ എല്ലാ വീട്ടിലും പോയി അങ്ങ് പ്രാർത്ഥിച്ചു. അവർ മരണത്തോട് മല്ലടിച്ചവരാണ്. പലരും രോഗക്കിടക്കിൽ കടന്നവരാണ്, പലരും ഹോസ്പിറ്റലിൽ കടന്നവരാണ്. നമ്മൾ പലപ്പോഴും കേട്ടതാണ്. അവർക്കെല്ലാം വേണ്ടി പോയി പ്രാർത്ഥിച്ചു. യേശു ക്രിസ്തു പ്രിയ സിസ്റ്ററുടെ കരത്തിലൂടെ അത്ഭുതങ്ങളെ ചെയ്തു. അവർക്കൊക്കെയും രോഗസൗഖ്യങ്ങളെ കൊടുത്തു. അവരെ രോഗത്തെ കർത്താവ് വിടിവിച്ചു. എന്ന് കേട്ടതുപോലെ തന്നെ അവരെയൊക്കെയും ദൈവപ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവ് സഹായിച്ചു. ഇതുപോലെ പിന്നെയും ഇരിക്കാതെ ഓടുക. അനേക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ സൗഖ്യമാക്കുവാനുള്ള ശക്തിക്ക് കർത്താവ് തുറന്നിട്ടുണ്ട്. പോയി സൗഖ്യമാക്കുക. ഗോഡ് ബ്ലെസ് യു. കർത്താവ് മൾക്ക് വേണ്ടി ചെയ്ത അത്ഭുതത്തിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ബ്രദറെ, ഇന്ന് ഒരു സാക്ഷ്യം പറയാനായിട്ടായിരുന്നു ഞാൻ ഇന്ന് രാവിലെ എനിക്ക് വലിയൊരു ദുഃഖത്തിലേക്കായിരുന്നു. എനിക്കൊരു ചെറിയൊരു
മിനി പെഞ്ചർ എന്ന് പറയുന്നൊരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. അവളെ ഞാൻ എൻ്റെ മോൻ പൊന്നുപോലെയാണ് അവളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവളെ കൊണ്ടുപോയി അവൾക്ക് ഡേറ്റ് ഒക്കെ ആയപ്പോഴത്തേക്കിനും ഒരിടത്ത് കൊണ്ട് വിട്ടതാ. രാവിലെ കേട്ട വർത്തമാനം അവളെ കാണുന്നില്ലെന്നാ പറഞ്ഞത്. അത് കേട്ടോണ്ട് ഇവിടുന്ന് അവൻ ഓടിപ്പോയി. അവൻ്റെ മാനസികാവസ്ഥ ഭയങ്കര പ്രയാസത്തിലായിരുന്നു. അവൻ്റെ മാനസികാവസ്ഥ. ഞാനിവിടെ കിടന്നു. ഇന്നലെ എനിക്ക് യേശുവിൻ്റെ രക്തത്തിൻ്റെ വചനമാണ് സിയുമിക്കൂടെ ഞാൻ കേട്ടത്. ആ രക്തത്തെ ഞാൻ പ്രാർത്ഥിച്ച് യേശു എൻ്റെ ആദ്യം എനിക്ക് ഒത്തിരി ദുഃഖങ്ങളും പ്രയാസവും തന്നു, കരഞ്ഞു, ഞാൻ വിഷമിച്ചു. അത് എന്നോട് പറഞ്ഞു, യേശുവിൻ്റെ രക്തത്താൽ അവനെ കിട്ടിയിരിക്കുന്നു, നീ അങ്ങനെ പറ, ഒരനർത്ഥവും നിനക്ക് വരികയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ. അങ്ങനെ എനിക്ക് ഒത്തിരി വചനങ്ങൾ എൻ്റെ വായിൽ ഉടനെ തരിക. നീ ഭയപ്പെടേണ്ട, നിന്റെ ദൈവം നിന്നോടുകൂടിയുണ്ട്. ഇങ്ങനെയുള്ള വചനങ്ങളെല്ലാം തന്ന് ഞാൻ അവിടെ നിന്നുകൊണ്ട് എൻ്റെ രക്തം ഇറക്കി. യേശുവിൻ്റെ രക്തം എനിക്ക് എൻ്റെ അവനെ തന്നിരിക്കുന്നു. കാരണം എൻ്റെ മോൻ മാനസികമായിട്ട് തകർന്നു പോകും. അവൻ അതുപോലെ അവളെ സ്നേഹിക്കുന്ന ഒരു കുഞ്ഞ് പട്ടിക്കുട്ടിയാണ്, ഒരു മിനി പെഞ്ചർ എന്ന് പറയുന്ന. അവൻ്റെ ആങ്ങളയുടെ മോൻ യുകെക്ക് പോയപ്പം കൊടുത്തതാണ്, അവനെ പൊന്നുപോലെ. അപ്പോൾ അമ്മ പറഞ്ഞിട്ടാ ഞാൻ അവളെ അവിടെ കൊണ്ടുപോയി വിട്ടത്. ഞാൻ വീട് മാറി നിർത്തിയിട്ടില്ല എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൻ്റെ സന്തോഷ വാർത്ത, അമ്മയെ ദൂരെ ഒരിടത്ത് പോയി അവൻ ഒറ്റയ്ക്കൊരു ഗേറ്റിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ തപ്പി നടന്നപ്പം കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അന്നേരം പറഞ്ഞു, ഞാൻ സൂമിൽ കയറി ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം, ഞാൻ ഇന്ന് തന്നെ സാക്ഷ്യം പറയും എന്ന് പറഞ്ഞ് ദൈവം ചെയ്ത വലിയൊരു അനർത്ഥത്തിലും ഒരു പ്രയാസം. അതുപോലെ തന്നെ മോനൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അതിൽ നിന്നും ദൈവം ഇതുപോലെ തന്നെ അവനെ യേശുവിൻ്റെ ഈ വചനത്തിൽ ഈ പാസ്റ്റർ പറഞ്ഞതുപോലെ എനിക്ക് ഈ സൂം എടുക്കുമ്പോൾ ആരുടെ ഫോൺ വന്നാലും എന്ത് വന്നാലും എനിക്ക് സൂമിൽ കയറണം എന്നുള്ള ഒരു ഇത് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. എനിക്ക് കൂടുതലായിട്ടൊന്നും പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടെങ്കിലും ഞാൻ സൂമിലെ വചനങ്ങളാണ് ഇപ്പം കൂടുതലും. യേശുവിൻ്റെ രക്തത്താലും യേശുവിൻ്റെ മുറിവിനാലും എൻ്റെ അവകാശമാണ്. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കുന്നത്. അതുപോലെ ഈ ബ്രാൻഡിയെ തന്നെ എൻ്റെ ചേച്ചി ഒരാഴ്ച മുമ്പ് ചർച്ചിലിരുന്നപ്പം വിശുദ്ധ ഇതിൽ ഇങ്ങനെ അവനെ ഓർമ്മ തന്നെ വന്നു എന്നൊക്കെ എന്നോട് നേരത്തെ പറഞ്ഞായിരുന്നു. എല്ലാം യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ചെയ്ത അത്ഭുതത്തിന് ഞാൻ നന്ദി പറയുന്നു പാസ്റ്ററെ. തീർച്ചയായിട്ടും പ്രിയ, എൻ്റെ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്നേഹിക്കുന്ന എന്തും ആയിക്കോട്ടെ, അവർക്കത് പെറ്റായിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു നഷ്ടം, അതിൻ്റെ ഏത് വിഷയം നമ്മുടെ മനസ്സിൽ ഏത് വിഷയമാണ് അതിനൊക്കെയും നമുക്ക് സങ്കടം തരുന്ന ഒന്നും ദൈവം നമുക്ക് തരത്തില്ല. നമ്മുടെ വേദനകളെ സ്വർഗ്ഗം അറിയുന്നു. മറ്റുള്ളവർക്കും അത് വലുതായിട്ട് തോന്നിയില്ലെങ്കിലും അവരുടെ ജീവിതത്തിൽ അത് വലിയ സങ്കടമാണ്. പക്ഷെ അത് കർത്താവ് എന്ത് ചെയ്തു? അതിനെ നഷ്ടപ്പെട്ടു പോകാതെ, ആ ഒരു കുടുംബത്തിലൊരു ദുഃഖം വരാതെ, അവർക്ക് സ്നേഹിക്കുന്നതിന് നഷ്ടപ്പെട്ടു പോകാതെ കർത്താവ് സഹായിച്ചു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മകനെ വലിയൊരു അനർത്ഥത്തെയും ദൈവം വിടിവിച്ചല്ലോ. കർത്താവിന് നന്ദി പറയുന്നു. മുന്നോട്ട് ഇനിയും ക്രിസ്തുവിൽ വളരട്ടെ, കർത്താവിൽ ശക്തി പ്രാപിക്കട്ടെ, അനേകർക്കൊരു സാക്ഷ്യമായിട്ട് സ്വർഗം ഇനിയും തീർക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും പറഞ്ഞു? പറഞ്ഞായിരുന്നല്ലോ ഇന്നലെ ഒരു പ്രവചന ആലോചന പറഞ്ഞല്ലോ. ജോൺ പോൾ എന്നാണ് പറഞ്ഞു. ഒഫീഷ്യൽ നെയിം ജോൺ പോൾ എന്നാണ്. ഈ പറഞ്ഞ അടയാളങ്ങൾ അവിടെ ഉണ്ടായിരുന്നല്ലോ സിസ്റ്ററെ. ജോമോനെ ഞങ്ങള് വീട്ടിൽ വിളിക്കുന്നതാണ്. ഫാദറിന്റെ പേര് ജോയി തന്നെയാ. അത് ഏറ്റെടുത്തു, ആ കുടുംബത്തിന് വേണ്ടി ഏറ്റെടുത്തോണം. കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ദൈവം അത് പ്രവർത്തിക്കുവാൻ ശക്തനാണ്. കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും. ബ്രദറെ, ഇന്നലെ സജിനി ഒരു മകളുണ്ടെന്ന് പറഞ്ഞല്ലോ ബ്രദറ്. സജിനിക്ക് 2 പെൺമക്കളും ഉണ്ടെന്ന് ബ്രദർ ഇന്നലെ പറഞ്ഞല്ലോ. ഇന്നലെ എനിക്ക് സൂമിൽ കയറാൻ പറ്റിയില്ല. ഞാൻ ഇന്ന് വെളുപ്പിനെ ഇതില് യൂട്യൂബിൽ ആ പ്രാർത്ഥന വിഷയം എല്ലാം കേട്ടു. അപ്പൊ സജിനി എൻ്റെ മകളാണ്. മകൾക്ക് 2 പെൺകുഞ്ഞുങ്ങളുണ്ട്. വളരെ പ്രതിസന്ധിയിലായിരുന്ന ജീവിതം. ദൈവം ഇടപെട്ടതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ആ പ്രാർത്ഥന വിഷയം നമ്മൾ ഏറ്റെടുക്കുന്നു ബ്രദറെ. തീർച്ചയായിട്ടും ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുത്തും കർത്താവ്. പറഞ്ഞു. ഹലോ ബ്രദറെ, പറഞ്ഞു. പൂജ കുറച്ച് മുൻപേ ബ്രദർ പറഞ്ഞായിരുന്നല്ലോ.
പൂജ, എന്റെ ചെറുമകളുടെ പേര് പൂജാലക്ഷ്മി എന്നാണ്. അപ്പൊ അതിനകത്ത് ഉൾപ്പെടുത്താൻ ബ്രദറെ. പിന്നെ തീർച്ചയായിട്ടും ഞാൻ പറയില്ല, പൂജ എന്നുള്ള പേരാണ് ഞാൻ അപ്പം തന്നെ എടുത്ത് പറഞ്ഞായിരുന്നത്. എനിക്കറിയത്തില്ല ഒഫീഷ്യലാണ്, പക്ഷേ ആ കുടുംബത്തിലെ അടയാളം കേൾക്കുക. വലിയൊരു ദൈവപ്രവർത്തിയെ കർത്താവ് ആ കുടുംബത്തിന് വലിച്ചു ചെയ്യാൻ വേണ്ടി പോവാ കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മകളാണ്. ആ തീർച്ചയായിട്ടും. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. എനിക്ക് ഞാൻ സാധാരണ ഇന്നത് കയറാറില്ല സത്യം പറഞ്ഞു. എൻ്റെ പല ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇന്നത്തെ ആ മെസ്സേജിൽ കൂടെ എനിക്ക് ദൈവം എന്നോട് ബ്രദറിൽ കൂടെ സംസാരിച്ചതിന് അദ്ദേഹത്തെ സ്തുതിക്കുന്നു. എനിക്ക് ആത്മാക്കളെ നേടാനുള്ള ഒത്തിരി ആഗ്രഹമുണ്ട്, പക്ഷെ അത് സാധിക്കുന്നില്ല. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും കർത്താവ് അതുപോലെ ചെയ്യാൻ ഇടയാത്തത്. ഈ ദിവസങ്ങളിൽ വചനത്തിലും പ്രാർത്ഥനയിലും ശക്തിപ്പെടുക. നമ്മുടെ അകത്ത മനുഷ്യൻ ബലപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കും. ഗോഡ് ബ്ലസ് യു കേട്ടോ. ധൈര്യമായിട്ടിരിക്കുക, കർത്താവ് ഉപയോഗിക്കും. പറഞ്ഞു 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 ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട് ബ്രദറെ. പറഞ്ഞു എന്റെ സഹോദരിയുടെ ബ്രദറെ, എന്റെ സഹോദരിയുടെ മോനെ ഇന്നലെ രാത്രിയിലൊക്കെ നല്ല പനിയായിരുന്നു. ഇന്ന് പുലർച്ചെ ഞാൻ എഴുന്നേറ്റിട്ട് അവന്റെ മേൽ കൈ വെച്ചിട്ട് യേശുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം തന്നിരിക്കുന്നതിനായി സ്തോത്രം പറഞ്ഞ് ഞാൻ കുറച്ച് ആവർത്തി പറഞ്ഞ് പ്രാർത്ഥിച്ചു. പൂർണ്ണമായിട്ട് പനി വിട്ടുമാറി ബ്രദറെ. ഇത് ഞാൻ ദൈവസന്നിധിയിൽ സാക്ഷ്യം പറയുന്നു. തീർച്ചയായിട്ടും കർത്താവ് പ്രവർത്തിച്ച പ്രവർത്തിക്ക് നന്ദി പറയുന്നു. ഇനിയും അനേകർക്ക് വേണ്ടി ഇതേപോലെ പ്രാർത്ഥിക്കണം. കുടുംബത്തിൽ നിന്ന് പുറത്തിറങ്ങി തകർന്നിരിക്കുന്ന അനേക ഫലങ്ങളിൽ പോയി പ്രാർത്ഥിക്കണം. അവിടെ ഒക്കെയും ഒത്തിരി ദൈവപ്രവർത്തികൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പറഞ്ഞു 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 ഞാൻ ബ്രദർ ഇപ്പൊ ഒരു പേര് പറഞ്ഞല്ലോ, ഫേബ എന്ന് പറഞ്ഞ മകളുടെ സിസ്റ്ററുടെ മോളാണ് ഫേബ. ആന്നു പ്രാർത്ഥിച്ചു. ഇന്ന മകളെ കർത്താവ് തൊടുകയാണ്, കുടുംബത്തെയും കർത്താവ് തൊടുകയാണ്. നാളുകാർ ഇത്രയും നാളുമായിട്ട് അനുഭവിച്ച ചില വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളെ കുടുംബത്തിൽ വെളിപ്പെടാൻ വേണ്ടി പോകട്ടോ. ഏറ്റെടുത്തോണം. കർത്താവ് വലിയ സാക്ഷ്യം തുറക്കാൻ വേണ്ടി പോവാ. ഗോഡ് ബ്ലസ് യു. പറഞ്ഞു. മണിന്ന് അവസാനിക്കുന്ന പേരുള്ള ഒരു വ്യക്തിയുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും എന്ന് പറഞ്ഞായിരുന്നല്ലോ. അതെ, അതാരായിരുന്നു സിസ്റ്ററെ? അത് ഞാൻ പഠിപ്പിക്കുന്ന ഒരു സ്റ്റുഡന്റ് കുറച്ച് ദിവസമായിട്ട് ഞാൻ സുവിശേഷം പറയുന്നുണ്ട് 2-3 കുട്ടികളോട്. അതിലൊരു കുട്ടിയുടെ പേര് അമ്പിളി മണി എന്ന്. അതാണ് അവരുടെ വീട്ടിലെ അച്ഛനെ കള്ളു കുടിച്ചിട്ട് പ്രയാസം, ഒരു വിഷമത്വം ഉള്ളവരാ. അതായിരിക്കും. സിസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ് ആ കുടുംബത്തിന് വേണ്ടി. ആ കുട്ടികളോട് ഇപ്പൊ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. അടയാളങ്ങൾ ശ്രദ്ധിച്ചോണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. കർത്താവ് ഇന്ന് അവരെ തൊടുക കേട്ടോ. നിങ്ങൾ സിസ്റ്റർ മുഖാന്തരം ആ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കും. അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം കേട്ടോ. സാക്ഷ്യമൊക്കെ കർത്താവ് മാറ്റും. ഗോഡ് ബ്ലസ് യു. പറഞ്ഞു സിസ്റ്ററെ, പറഞ്ഞു. പിന്നെ അടുത്ത തിങ്കളാഴ്ച വയനാട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ പോയി കുറച്ച് എനിക്ക് ട്രാക്ട് വാങ്ങി അടിച്ച് കൊണ്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതെല്ലാം ദൈവപ്രതികാരം. തീർച്ചയായിട്ടും കർത്താവ് അതിൽ അത്ഭുതം ചെയ്യും. ധൈര്യമായിട്ട് പോവുക, പ്രാർത്ഥിച്ചുകൊണ്ട് പോവുക, വചനം പറഞ്ഞുകൊണ്ട് പോവുക. ആ വചനത്തിൻ്റെ ശക്തി അവിടെ കാണും. അനേകരുടെ സുവിശേഷം പറയുവാനും സാക്ഷ്യമാക്കുവാനും ദൈവം അവിടെ ഉപയോഗിക്കും കേട്ടോ. അത്ഭുതങ്ങൾ അവിടെ കാണും. ധൈര്യമായിട്ട് പറഞ്ഞു സിസ്റ്ററെ. ബ്രദർ, ഇപ്പം കാറിന്റെ വൈറ്റ് കാർ BZ എന്ന് നമ്പർ പറഞ്ഞല്ലോ. അത് മോന്റെ കാറാണ്. ജസ്റ്റിൻ ആണ് പേര്. ഇന്നലെ ജസ്റ്റിൻ പറഞ്ഞിരുന്നു. എന്റെ മോനാണ് അത്. ഇതിന്റെ അകത്ത് Z എന്നുള്ള നമ്പർ വൈറ്റ് കളറിൽ കാണുന്നുണ്ടായിരുന്നോ? അതെ അതെ അതെ, വൈറ്റ് കളറാണ്. ഒരു മിനിറ്റ് മൈക്കിൽ റിമോട്ട് ചെയ്ത് ഈ സൗകര്യം പറഞ്ഞുകൊണ്ട് സിസ്റ്റർ ഏറ്റെടുത്തോണം. കർത്താവ് എന്നെ കാണിക്കുന്ന ആ വാഹനത്തിൽ, ഈ കാണുന്ന വീടിൻ്റെ മുമ്പിൽ കിടക്കുന്ന ഈ വാഹനത്തിൽ ആ ഒരു യാത്ര, നന്മയുടെ ഒരു യാത്രയിലേക്ക് ദൈവം ഒരുക്കാൻ വേണ്ടി പോവാണ്. കർത്താവ് അത് വലിയൊരു സാക്ഷ്യമാക്കി തീർക്കാൻ വേണ്ടി ഇപ്പോൾ പ്രത്യേകിച്ച് ആ വാഹനം ഓടിക്കുന്ന ആരാണോ ആ വ്യക്തിയെ ദൈവം വലിയൊരു അനുഗ്രഹത്തിലേക്ക് ആ വാഹനം നിമിത്തം, വാഹനത്തിലൂടെ ഒരു സ്ഥലത്തേക്ക് കർത്താവ് കൊണ്ടുപോകും. ആ സ്ഥലത്ത് വെച്ച് ദൈവം ഒരു നന്മ തുറക്കാൻ വേണ്ടി പോവാന്നാണ് പറഞ്ഞത്. ഈ ദിവസങ്ങളിൽ ഇത് കാണാൻ വേണ്ടി പോവാണ്. അപ്പം പ്രാർത്ഥിച്ചോണം. വാഗ്ദത്തം നിറവേറി കാണാൻ വേണ്ടി പ്രാർത്ഥിച്ചോണം. കർത്താവ് അത് ചെയ്യും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ.
നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ഒരുമിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. നമ്മൾ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവർക്ക് വേണ്ടി ഞാനൊന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. മുന്നോട്ട് കർത്താവിൻ്റെ നാമത്തിൽ വിതയ്ക്കുക. ദൈവരാജ്യത്തിൽ വിതയ്ക്കുന്നവൻ സുവിശേഷത്തിൻ്റെ മേൽ വിതയ്ക്കുകയാണ്. നന്മ കൊയ്യും. എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ഇത് പിരിവല്ല, ഇത് പിടിച്ചുപറിയല്ല. എപ്പോഴും ഓർത്തോണം, കർത്താവിൻ്റെ വയലിൽ ഞാൻ വിതയ്ക്കുന്നതാണ്. നിങ്ങളുടെ മനസ്സിൽ, ഹൃദയത്തിൽ തോന്നുമ്പോൾ വിതയ്ക്കുക. കർത്താവിൻ്റെ നാമത്തിൽ വിതയ്ക്കുന്നവൻ കൊയ്യുമെന്ന വചനത്താൽ ബ്ലസ് ചെയ്യുന്നു. വിതച്ചവരെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. വരാൻ പോകുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇതൊരു അനുഗ്രഹവും അത്ഭുതവുമായി തീരും. അതിൻ്റെ പ്രതിഫലം കർത്താവ് നിങ്ങൾക്ക് തരും. നമുക്ക് ഒരുമിച്ച് ഇന്ന് ബ്ലസ് ചെയ്യുന്ന കർത്താവെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവ് അത്ഭുതങ്ങളാൽ നിറയ്ക്കുന്ന ദൈവമാണല്ലോ, ദൈവം അത്ഭുത മന്ത്രിയാണല്ലോ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഈ സമയം വിശ്വാസ പ്രഖ്യാപനങ്ങളെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈ സമയം മൈക്കെല്ലാം മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവെ എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്കതുണ്ടാകും എന്ന വചനത്താൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ, ഈ നിമിഷം തന്നെ കർത്താവ് നമുക്ക് വേണ്ടി തുറക്കുകയാണ്. അത്ഭുതകരമായ പ്രവർത്തികളെ തുറക്കുകയാണ്. ഇപ്പോൾ തന്നെ എല്ലാവരും മൈക്കുകളെ മ്യൂട്ട് ചെയ്യുക. നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് യേശു ക്രിസ്തുവിൽ എന്തൊക്കെയാണോ, ഞാൻ പറഞ്ഞില്ല, നമ്മൾ വിശ്വസിച്ച് പറയുന്ന പ്രഖ്യാപനങ്ങൾക്കകത്ത് വലിയ ശക്തിയുണ്ട്. അത് പറയുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ അത് തുറന്നു വരികയാണ്. അത് നശിക്കത്തില്ല, അത്